السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. صدق الله العلي العظيم. വേദിയിലുള്ള അഭിവന്യരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, വളരെ മനോഹരമായ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ആഴം വിളിച്ചോതുന്ന ഈ അനുഗ്രഹീത സദസ്സിന് സാക്ഷിയാവാൻ അവസരം തന്ന സർവാധിപനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബന്ധങ്ങളുടെ വില എന്നതാണ് എനിക്കിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. ഞാൻ ആമുഖങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. കാരണം ഈ ദിവസത്തെ വിലപ്പെട്ട സമയവും അതേപോലെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ബാക്ക് വോയിസ് കുറച്ച് വേണം. വളരെ പെട്ടെന്ന് തന്നെ വിഷയസംബന്ധമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ നിന്ന് നമ്മൾക്ക് തുടങ്ങാം. നമ്മുടെ സംസാരവും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമാവാൻ നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം നമ്മളുടെ ഖൽബ് തുറന്നു വെക്കുക എന്നത് മാത്രമാണ്. വഅദുകൾ ഫലവത്താവാത്തത്, പ്രസംഗങ്ങൾ ഉപകരിക്കാത്തത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അതിന് പ്രധാന കാരണം നമ്മൾ ഹൃദയം തുറക്കാൻ സന്നദ്ധമല്ല എന്നതാണ്. പറയുന്നവർക്കിതൊരു തൊഴിലും കേൾക്കുന്നവർക്കിതൊരു നേരം പോക്കുമായി ഇന്നത്തെ സദസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളത് ഹൃദയം കൊണ്ട് കേൾക്കണം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം, അള്ളാഹു പറഞ്ഞു, അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടലല്ല, അവന്റെ കേൾവി നഷ്ടപ്പെടലുമല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ തകർച്ചയെന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്ധത ബാധിക്കുന്നത് കണ്ണുകൾക്കല്ല, ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ അന്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദര സഹോദരികൾ, ഒന്ന് ഹൃദയം തുറന്നു വെക്കണം. ഒരു മനുഷ്യന്റെ ജയപരാജയം എന്ന് പറയുന്നത്, നമ്മളൊക്കെ നാളെ ആഖിറത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി സാധ്യമാവും വിധം പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ആ ഒരു വിജയവും പരാജയവും ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ബന്ധങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അല്ലാഹുവുമായി കരാർ ചെയ്തതിനു ശേഷം അവനോട് നടത്തിയ കരാറുകൾ പൊളിച്ചു കളയുന്നവർ. അതേപോലെ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർത്തു വെക്കപ്പെടണം എന്ന് അള്ളാഹു നിഷ്കർഷിച്ചിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർ. ചേർത്ത് വെക്കപ്പെടേണ്ട കുറെ ബന്ധങ്ങളുണ്ട്.
ആ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർ, അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവരാണ് പരാജയപ്പെട്ടവർ, അവരാണ് ദുർമാർഗികൾ. അപ്പൊ ചേർത്ത് വെക്കപ്പെടേണ്ട ബന്ധങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായും പ്രധാനമായും ചേർത്ത് വെക്കപ്പെടേണ്ട ബന്ധം സൃഷ്ടാവുമായിട്ടുള്ള ബന്ധമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം, അള്ളാഹുവിനെ ഇഷ്ടം വെക്കാൻ സാധിക്കണം. മനുഷ്യർക്ക് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടതുപോലെ നമ്മൾക്ക് സാധിക്കാത്തതാണ്. നമ്മുടെ ഇബാദത്തിന്റെ രസവും മറ്റുമൊക്കെ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയാത്തത്, നിസ്കാരത്തിന്റെ രസം ആസ്വദിക്കാൻ കഴിയാത്തത്, നോമ്പിന്റെ രസം ആസ്വദിക്കാൻ കഴിയാത്തത്, പരിശുദ്ധ ഖുർആൻ ഒരു വികാരമായി തോന്നാത്തത് അള്ളാഹുവിനെ പ്രണയിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ചാൽ സർവവും അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന് നല്ല രസമുണ്ടാവും. മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ നമ്മളത് വേണ്ടുവോളം കണ്ടു. അവർ അള്ളാഹുവിനെ പ്രണയിച്ചപ്പോൾ അള്ളാഹുവിന് വേണ്ടി സ്വശരീരം കൊടുത്തു ചില ആളുകൾ, വേറെ ചില ആളുകൾ സർവസമ്പത്തും കൊടുത്തു. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഉഹദ് രണഭൂമിയിൽ വെച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിനെ പ്രണയിച്ച് മഹാനുഭാവൻ പടച്ച റബ്ബിനോട് പറഞ്ഞു, റബ്ബേ അല്ലാഹുമ്മർസുഖ്നി റജുലൻ, നാളെ യുദ്ധഭൂമിയിൽ ഇറങ്ങുമ്പോ നീ എനിക്കൊരു എതിരാളിയെ തരണം. ആ എതിരാളി ശക്തനായിരിക്കണം, ഏറ്റവും വലിയ അഭ്യാസിയായിരിക്കണം. ഞാൻ അയാളോടും അയാൾ എന്നോടും പടപൊരുതണം. ദീർഘനേരം പടപൊരുതിയാൽ ഫയഖുദുനി, അവൻ എന്നെ പിടിക്കണം. നമ്മൾ ഏതൊരു വിഷയത്തിൽ ഇറങ്ങുമ്പോഴും എനിക്കെന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പാക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. ഇവിടെ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് പടച്ച തമ്പുരാനോട് പറയാണ്, പടച്ചവനെ, എന്റെ എതിരാളി എന്നെ പിടികൂടണം, എന്റെ എതിരാളി എന്നെ കൊന്നുകളയണം. എന്നെ കൊന്നാൽ മാത്രം പോരാ, ഫയജ്ദഉ അൻഫി വഉദ്നി, അവൻ എന്റെ മൂക്ക് മുറിച്ചു കളയണം, അവൻ എന്റെ ചെവി മുറിച്ചു കളയണം. ഞാൻ യുദ്ധഭൂമിയിൽ മൂക്കും ചെവിയും മുറിക്കപ്പെട്ട് ശരീരം മുഴുവനും ചിന്ന ഭിന്നമായിട്ട് കിടക്കണം. എന്തിനാണ് ഞാൻ അങ്ങനെ കിടക്കുന്നത്? ഫഇദാ ലഖീതുക ഗദൻ, നാളെ ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്ന് കാണാൻ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബേ, നിന്നെ കാണാൻ ഞാൻ വരുമ്പോ നീ എന്നോട് ചോദിക്കണം, മൻ ജദഅ അൻഫക വഉദ്നക യാ അബ്ദുല്ലാഹ്, ആരാ അബ്ദുല്ലാ നിന്റെ മൂക്ക് മുറിച്ചു കളഞ്ഞത്, ആരാ നിന്റെ ചെവി മുറിച്ചു കളഞ്ഞത് എന്ന് അന്ന് നീ എന്നോട് ചോദിക്കുമ്പോ ഫാഖൂൽ, എനിക്ക് മറുപടി പറയണം, ഫീക വഫീ റസൂലിക്, ഇത് നിനക്കും നിന്റെ റസൂലിനും ഞാൻ സമർപ്പിച്ചതാണെന്ന് എനിക്ക് പറയാൻ കഴിയണം. അപ്പൊ ഒരിക്കലും മുറിഞ്ഞു പോവാൻ പാടില്ലാത്ത ഏറ്റവും സുപ്രധാനമായ ബന്ധം അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. രണ്ടാമത് നമ്മുടെ കരളിന്റെ കരളായ, നമ്മുടെ അഭിമാനമായ, നമ്മുടെ മനസ്സിന്റെ തേട്ടമായ, നമ്മുടെ ആശാ കേന്ദ്രമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ഈ രണ്ട് ബന്ധവും ഒരു മനുഷ്യന് നിലനിർത്താൻ കഴിഞ്ഞാൽ ഭൂമിയിൽ വേറെ അതിനെ ചേർത്ത് വെക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ കുറിച്ച് അവൻ ബോധവാനായി മാറും. അള്ളാഹുവിനെ മറക്കുമ്പോൾ പിന്നെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു പറഞ്ഞു, അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളയും. ആയതുകൊണ്ട് ആ ഒരു ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നോക്കൂ, ഒരു ബന്ധം തുടക്കം കുറിക്കപ്പെടുന്നത് ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധമുണ്ടായത് നമുക്ക് ആലോചിക്കാം. അവിടെ തുടങ്ങാം നമ്മൾക്ക്, അല്ലേ? നമ്മൾ സാധാരണ അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ആദ്യത്തെ മനുഷ്യൻ മഹാനായ ഒരു ബന്ധം തുടക്കം കുറിക്കപ്പെടുന്നത് ആദ്യത്തെ സ്ത്രീയുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹവ്വ റളിയല്ലാഹു അൻഹയാണ്. അവിടെയാണല്ലോ ഒരു ബന്ധം തുടങ്ങുന്നത്. അവിടെ നിങ്ങോട്ടാണ് ബന്ധം തുടങ്ങുന്നത്. നോക്കൂ നിങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധം വളരെ സുദൃഢമായ ഒരു ബന്ധമാണ്. ഇന്നൊരുപാട് ഉലച്ചിലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, പലപ്പോഴും പ്രശ്നകലുഷിതമായി മാറുന്ന ബന്ധങ്ങളും ഇതുതന്നെയാണ്. എന്താണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ വില? എന്താണ്
അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചയക്കപ്പെട്ട ഒരുപാട് സഹോദരിമാർ ഇവിടെയുണ്ട്. അതേപോലെ ഇവിടെ കുറെ ഭർത്താക്കന്മാരുണ്ട്. എന്താണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ലക്ഷ്യവും ഫലവുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത് ഞാൻ വളരെ കൃത്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആരാണ് അല്ലാഹു? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. വമിൻ ആയാതിഹി, സർവാധിപനായ അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും, അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു, മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, എന്തിനാണ് ഇണയെ സൃഷ്ടിച്ചത്? എന്തിനാണ് ഭാര്യ? എന്തിനാണ് ഭർത്താവ്? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും ഇസ്ലാമിനും ഖുർആനുമൊക്കെ നേരെ വരുന്ന ഒരു വലിയ വെല്ലുവിളി, ഇസ്ലാം പുരുഷ മേധാവിത്വത്തിന്റെ മതമാണ് എന്ന് പറയാറുണ്ട്. ഇസ്ലാമിൽ മെജോറിറ്റി പുരുഷനാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ ഞാൻ ആമുഖമായിട്ട് തന്നെ പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പ്രയോഗിച്ചത് എൻ്റെ ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. മലയാള ഭാഷയിൽ പുരുഷന് ഭർത്താവ് എന്നും സ്ത്രീക്ക് ഭാര്യ എന്നുമാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. ആ പദം പോലും നീതിയുക്തമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഭർത്താവ് എന്നതിന് ശബ്ദ താരാവലിയാണ് മലയാള ഭാഷയിലെ ഏറ്റവും സ്വീകാര്യമായ ഡിക്ഷണറി. ആ ഡിക്ഷണറിയിൽ ഭർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ്. അത് തന്നെ പുരുഷ മേധാവിത്വമാണ്. ഭർത്താവ് എന്ന് പറയുന്നത് പോലും അനീതിയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അതിനർത്ഥം ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. ആ വാക്കിൽ പോലും ഒരു നീതിക്കുറവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ ഹസ്ബൻഡ് എന്നതിനെ രാമലിംഗപിള്ളയുടെ ഡിക്ഷണറി പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഡിക്ഷണറി, അതിൽ ഹസ്ബൻഡ് എന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് എ മാനേജർ എന്നാണ്. മാനേജർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആള് എന്നാണ് അതിനർത്ഥം. എന്നാൽ പരിശുദ്ധ ഖുർആൻ സൗജ് എന്നാണ് പ്രയോഗിച്ചത്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ, പുരുഷ ഇണ, സ്ത്രീ ഇണ. അവിടെ ഭരിക്കലോ ഭരിക്കപ്പെടലോ ഇല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അവന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഇനി എന്തിനാണ് ഇണ? വളരെ കൃത്യമായി എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ചില ആളുകൾ വിവാഹം ചെയ്തത് ലൈംഗിക ആസ്വാദനത്തിന്, വേറെ ചില ആളുകൾ വീട്ടിൽ ഉമ്മക്ക് തുണയില്ലാത്തത് കൊണ്ട്, വേറെ ചില ആളുകൾ എല്ലാവരും കല്യാണം കഴിച്ചു അതുകൊണ്ട് ഞാനും കഴിച്ചു, വേറെ ചില ആളുകൾ നാട്ടുമാമൂലനുസരിച്ച്, വേറെ ചില ആളുകൾ ഭാര്യയുടെ സാമ്പത്തികം പ്രതീക്ഷിച്ച്, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാഹം നടത്തിയവരുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്നു, ഇണയെ സൃഷ്ടിച്ചത് ലിതസ്കുനൂ ഇലൈഹാ. എത്ര മനോഹരമാണ്! തൻ്റെ ഇണയിലേക്ക് ചേർന്ന് സക്കീന, സമാധാനം കൈവരിക്കാനാണ്. സമാധാനമാണ് കുടുംബത്തിന്റെ ലക്ഷ്യം. അപ്പ ചില ആളുകൾ ഉള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ഉള്ള സമാധാനവും പോയി കിട്ടിയത് ആ വിവാഹം മുതലാണ് എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾ എൻ്റെ തലയിൽ കെട്ടിവെച്ച അന്ന് തുടങ്ങിയതായ എൻ്റെ പ്രശ്നം. അതല്ലെങ്കിൽ അയാൾ എന്ന് എൻ്റെ കൂടെ വന്നോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? നമ്മൾക്ക് വിവാഹത്തെക്കുറിച്ച് ധാരണയില്ല. നോക്കൂ, നിങ്ങൾ ഇന്നിവിടെ ഒരു ബിരിയാണി തയ്യാറാക്കുന്നുണ്ടാവും. ഇവിടെ ഭക്ഷണമുണ്ടെന്ന് സംഘാടകർ ഇടക്കിടക്ക് പറഞ്ഞു. ആ ഭക്ഷണം വെക്കുന്ന, പാചകം ചെയ്യുന്ന ആള് ഇവിടെ ഏത് ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ അയാൾ ഒരു നീണ്ട ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ അയാൾക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ്. അതിലേതെങ്കിലും ഒന്ന് മാറിയാൽ അയാൾ പറയും, ഈ അരി കൊണ്ട് ഞാൻ ബിരിയാണി വെക്കൂല, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല.
എന്തുകൊണ്ട്? അയാൾക്ക് അയാളുടെ ബിരിയാണി ഒരിക്കലും മോശമാവാൻ പാടില്ല. എന്നാൽ ഒരു നേരം കഴിക്കുന്ന ബിരിയാണിക്ക് 100-150 ചേരുവകൾ ഉണ്ടെങ്കിൽ ജീവിതം മുഴുവനും കൊണ്ട് നടക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം സുദൃഢമാവാൻ അള്ളാഹുവിന്റെ ഖുർആൻ 2 ചേരുവകൾ 2 ചേരുവകൾ ഉണ്ടെങ്കിൽ കുടുംബം സമാധാനപൂരിതമാകും. ഇതാര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഏതൊക്കെ ചേരുവകളാണ് ഉണ്ടാവേണ്ടത്. ഭാര്യ ഭർത്തൃ ബന്ധം സുദൃഢമാവാൻ വേണ്ട 2 ചേരുവകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. 1 വജഅല ബൈനകും മവദ്ദതൻ, 2 വറഹ്മതൻ. ഇത് 2 ഉണ്ടായാൽ മതി. എന്താ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ? പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുരാഗം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ അബൂബക്കർ ഹാജിയുടെ മകൾ ഹാജറയും അല്ലെങ്കിൽ വെള്ളലശ്ശേരിയിലെ മുഹമ്മദും തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. പരസ്പരം കാണാൻ പാടില്ല, പരസ്പരം ഒന്നിച്ച് കിടന്നുറങ്ങാൻ പാടില്ല. ആ ബോക്കറാജി നിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകളെ നിനക്ക് ഹലാലായ ഇണയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതു മുതൽ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു ബന്ധത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ മവദ്ദ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു സ്നേഹത്തെക്കുറിച്ച്. 6 മാസത്തെ ലീവും കഴിഞ്ഞ് വെള്ളലശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോവാണ്. അവന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ പോയി വരട്ടെ, അസ്സലാമു അലൈക്കും. മക്കളെ കെട്ടിപ്പിടിച്ചു, മക്കളോടും പറഞ്ഞു. എന്നാൽ വാതിലിന്റെ മറവിൽ നിസ്കാരക്കുപ്പായവുമിട്ട് ഭർത്താവ് പോകുന്നത് കാണാൻ കഴിയാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവളോട് അയാൾക്കൊന്ന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ എങ്ങനെ പറയും അവളോട്? ആ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ തന്റെ ഭർത്താവ് ദുബൈയിലെ അല്ലെങ്കിൽ സൗദിയിലെ ഇന്ന് റൂമിലെത്തിയിട്ടൊരു കോള് വരുന്നത് വരെ ഭക്ഷ അന്നപാനീയമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്തു പറ്റിയിട്ടുണ്ടാവും, അയാൾ അവിടെ എത്തിയിട്ടുണ്ടാവോ എന്ന് കാത്തു കഴിയുന്ന ഒരു പ്രിയപ്പെട്ടവൾ. ഈ ഒരു ബന്ധമാണ് ഖുർആൻ പറയുന്ന മവദ്ദ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ഉദാഹരണം വേണോ? ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എനിക്കെന്റെ റബ്ബ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. സഹോദരിമാരെ ചിന്തിക്ക്, എന്താണ് അനുരാഗം? യമുനാ നദിയുടെ തീരത്ത് വെള്ള മാർബിൾ കൊണ്ട് ഷാജഹാൻ പണിത താജ്മഹലിനേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ കഥയിൽ കേട്ട ലൈലയെക്കാളും മജ്നുവിനേക്കാളും ആയിഷ പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് കേൾക്ക്. എനിക്കെന്റെ റബ്ബ് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കരളിന്റെ കരളായ ഭർത്താവ്, തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി വഅന്ന അല്ലാഹ ഖദ് ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി. ഒരു ഭാര്യയുടെ വർത്തമാനമാണ്. ആയിഷ പറയാൻ, എൻ്റെ മടിയിൽ കിടന്ന് എൻ്റെ നെഞ്ചിൻ കൂടിൻ്റെ താഴെ എൻ്റെ കഴുത്തിൻ്റെ താഴെ എൻ്റെ മടിയിൽ തല വെച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ വിട പറഞ്ഞു പോയത്. എൻ്റെ ഭർത്താവ് വിട പറഞ്ഞത് എൻ്റെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ടാണ്. അന്നാണ് എനിക്ക് അല്ലാഹു വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നത്. ഏതാണ് ആ അനുഗ്രഹം? ആയിഷ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന പാദസരം എന്നല്ല, എൻ്റെ ഭർത്താവ് എൻ്റെ പേരിൽ എഴുതി തന്ന വീടും പറമ്പും എന്നല്ല ആയിഷ പറഞ്ഞത്. അവസാന സമയത്ത് ഞങ്ങളുടെ രണ്ടാളുടെയും ഉമിനീര് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. അതാണ് അനുരാഗം, അതാണ് സ്നേഹം. എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഉമിനീര് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. എന്നിട്ട് ആയിഷ പറയാണ്, അതെങ്ങനെ സംഭവിച്ചു? വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുമ്പോ ദഖല അലയ്യ അബ്ദുറഹ്മാൻ, എൻ്റെ ആങ്ങള അബ്ദുറഹ്മാൻ വീട്ടിലേക്ക് കയറി വന്നു. വബിയദിഹി സിവാക്, ആങ്ങളാന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അറബികളുടെ കയ്യിൽ നിങ്ങൾ ഇന്നും കാണാറുണ്ട് ഒരു അറാഖിന്റെ കഷ്ണം. ഫജഅല യൻദുറു ഇലൈഹി, അല്ലാഹുവിന്റെ റസൂൽ ആ കോലിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടു. വഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക്, അവിടത്തേക്ക് പല്ലു തേക്കൽ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. പ്രവാചകരുടെ വഫാത്തിന്റെ സമയമാണ്. ഞാൻ ചോദിച്ചു അവിടത്തോട്, ആഖുദുഹു ലക യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങൾക്ക് പല്ലു തേച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് സംസാരിക്കാൻ അവിടത്തേക്ക് കഴിയുന്നില്ല. അവിടുന്ന് തല കൊണ്ടാങ്യം കാണിച്ചു. നഅം, അതെ ആയിഷ, ഞാൻ ആ കോല് വാങ്ങിയിട്ട് അവിടുത്തെ വായിൽ വെച്ച് വലിച്ചപ്പോഴേക്ക് ഫഷ്തദ്ദ അലൈ, തിരുദൂതർക്ക് വല്ലാത്ത വേദന വന്നു. മരണം ഭയങ്കരമല്ലേ? ഞാൻ ആ കോലിങ് പുറത്തെടുത്തു.
പക്ഷെ വീണ്ടും അവിടുന്ന് അതിലേക്ക് തന്നെ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാനിതൊന്ന് മയപ്പെടുത്തി തരട്ടെ തങ്ങളെ എന്ന് ചോദിച്ചു. അപ്പോഴും തലകൊണ്ട് ആംഗ്യം കാണിച്ചു അതെ എന്ന് പറഞ്ഞു. ആയിഷ അത് മയപ്പെടുത്തിയത് ആസുകല്ലിൽ കുത്തിയിട്ടല്ല, ആയിഷ അത് മയപ്പെടുത്തിയത് മറ്റേതെങ്കിലും വെച്ചടിച്ചിട്ടല്ല. ആയിഷ വേഗം തന്റെ വായിൽ വെച്ച് ആ റാക്കിന്റെ കഷ്ണം നന്നായി ചവച്ച് പരുവമാക്കി. ആ സമയത്ത് ആയിഷക്ക് കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമിനീരിന്റെ നനവ് ആയിഷക്ക് കിട്ടി. ആയിഷ പറയാണ്, ഇതിലും വലിയ സൗഭാഗ്യം എന്താണ്? മരണവേളയിൽ തന്റെ പ്രിയതമന്റെ ഉമിനീരിന്റെ നനവ് എന്റെ വായിൽ കിട്ടിയതിനേക്കാൾ വലിയ അനുരാഗം എന്താണ്? രണ്ടാമത് ഞാൻ എന്റെ കരളിന്റെ കരളായ ഭർത്താവിന് പല്ല് തേച്ചു കൊടുത്തത് ഈ ആയിഷാന്റെ ഉമിനീരിന്റെ നനവ് കൊണ്ടാണ്. ഇതാണ് എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ബന്ധം സുദൃഢമാവാൻ വേണ്ട ഒന്നാമത്തെ ചേരുവ മവദ്ദ, സ്നേഹമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹം. പിന്നെയോ വറഹ്മ, കരുണയാണ്. സ്നേഹവും കരുണയുണ്ടോ? വേറെ ഒന്നുമില്ലെങ്കിലും, അരി വെക്കാൻ അരിയില്ലെങ്കിലും, കിടക്കാൻ കിടപ്പാടമില്ലെങ്കിലും, ഈ രണ്ട് ചേരുവ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ ബന്ധം സുദൃഢമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇത് വെറുതെ ഇങ്ങനെ പ്രസംഗിക്കാൻ നല്ല രസാ ഉസ്താദേ, ഇതൊക്കെ ഒന്ന് ജീവിച്ച് കാണിച്ചു തരണം. നിങ്ങൾ ഈ പറയുന്ന സ്നേഹവും അനുരാഗവും ഒക്കെ പ്രസംഗിക്കാൻ നല്ല രസമാണ്. ഞാൻ പറയട്ടെ, അത് ജീവിതത്തിൽ കാണിച്ചു തന്നെ വിട പറഞ്ഞു പോയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ഉദാഹരണം ബീവി ആയിഷയെ കുറിച്ച് പറഞ്ഞു. ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, മറ്റെല്ലാ ബന്ധങ്ങളിലേക്കും നമ്മൾക്ക് പോകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രഥമ കല്യാണം നടക്കുന്ന ആ ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വയസ്സ് 25. ആദ്യ ഭാര്യയാകാൻ പോകുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 40. 25 വയസ്സുള്ള പയ്യന് 40 വയസ്സ് പ്രായമുള്ള പെണ്ണ്, 15 വയസ്സിന്റെ വ്യത്യാസം. നമ്മുടെ നാട്ടുമാമൂലനുസരിച്ച് അതെങ്ങനെ യോജിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. ഇപ്പൊ 15 വയസ്സ് വ്യത്യാസമുള്ള ഖദീജയെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നു. ആ ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ നമ്മൾ ആലോചിക്കുക, ആ ഖദീജയിൽ നിന്ന് എന്താണ് പ്രവാചകർക്ക് കിട്ടിയത്? പ്രവാചകർ എന്താണ് ഖദീജക്ക് കൊടുത്തത്? ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് അതാണ് ഖദീജ ബീവി കൊടുത്തത്. എന്താണ് ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ സഹോദരിമാരെ, നിങ്ങളിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷകളൊന്നുമല്ല. ആ മനുഷ്യൻ ഒരു പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. ആ പിന്തുണയാണ് ഖദീജ ബീവി കൊടുത്തത്. നോക്കൂ നിങ്ങൾ, പ്രബോധനത്തിന്റെ ആദ്യഘട്ടം, അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകത്വത്തിലേക്ക് വരുന്ന ഒരു സമയം, 40 വയസ്സിനോടടുത്തപ്പോൾ അവിടുന്ന് ഏകാന്തത ഇഷ്ടപ്പെട്ടു. മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ജബലുന്നൂറിന്റെ മുകളിൽ, ഇന്നും ജബലുന്നൂറിൽ കയറൽ ദുഷ്കരമാണ്. ആ ജബലുന്നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയിൽ പോയി അവിടെ നിന്നിരുന്നു. ആരാ പിന്തുണ കൊടുക്കുന്നത്? ബീവി ഖദീജയാണ്. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇന്നത്തെ മക്കയല്ല, അന്നത്തെ മക്ക. ആരാ മനുഷ്യ ആ കുന്നിന്റെ മുകളിൽ പോയി ഇരിക്കാൻ പറഞ്ഞത്? ഇത് നെഗറ്റീവാണ്. അതല്ല ഒരു ഭാര്യ പറയേണ്ടത്. 10-20 കൊല്ലം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് ആ മനുഷ്യൻ അവസാനം ഇനി വിസ ചെയ്യൂല, ഇനി വിസ അടിക്കൂലെന്ന് ബോധ്യമായപ്പോ വീട്ടുകോലായിൽ വന്ന് 20 കൊല്ലത്തെ 30 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന്റെ വകയായി കിട്ടിയ പ്രമേഹം ഒരു ഭാഗത്ത്, പ്രഷർ വേറൊരു ഭാഗത്ത്, ശാരീരികമായ അസ്വസ്ഥതകൾ വേറൊരു ഭാഗത്ത്, ആ ചിന്തകളിൽ അയാൾ ഏകനായിരിക്കുമ്പോ 40 കൊല്ലം അവിടെ പോയി കയ്യിലുത്തിയിട്ട് നിങ്ങൾ എന്താ നേടിയത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട്. ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ട ഏറ്റവും വലിയ അടി ആ ഒരു ചോദ്യമായിരിക്കാം. അതേ സമയത്ത് നിങ്ങൾ എന്തിനു വിഷമിക്കണം? ഞാനില്ലേ നിങ്ങളുടെ കൂടെ. ഈ ഞാൻ എന്ന് പറയുന്ന ഭാര്യക്കൊന്നും ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടല്ല, എന്നാൽ പോലും ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്ന ഒരു വാക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ആ ഒരു ഊർജം ചെറുതല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഭർത്താവ് നാസ്ത പോലും കഴിക്കാതെ ഇറങ്ങുമ്പോ അയാൾ പറഞ്ഞു, ഇന്നാണ് ആജിയാർക്ക് തിരിച്ചു കൊടുക്കേണ്ട 50,000 കൊടുക്കേണ്ടത്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞിറങ്ങുമ്പോ
നിങ്ങൾ എങ്ങനെ ഇറങ്ങിയാലും വേണ്ടില്ല, നാളെ എൻ്റെ ആങ്ങളാൻ്റെ കല്യാണമാണ്, അവിടെ നമ്മൾ കരി കൊടുക്കണം, അവിടെ നമ്മൾ പോത്തിനെ വാങ്ങിക്കൊടുക്കണം, അതിനെന്ത് ചെയ്യുമെന്നല്ല ചോദിക്കേണ്ടത്. ഇറങ്ങുമ്പോ നിങ്ങൾ ധൈര്യമായി ഇറങ്ങിക്കോളൂ. ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു ഭാര്യക്ക് കഴിയണം. വൈകുന്നേരം തിരിച്ചു വരുമ്പോ വിഷമിച്ചു വരുന്ന ഭർത്താവിനോട് എന്തായി, അള്ളാഹു നമ്മളെ സഹായിക്കും എന്ന ഒരു നല്ല വാക്ക് പറയാൻ സാധിക്കണം. ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തത് ആ ഒരു പിന്തുണയാണ്. നോക്കൂ നിങ്ങൾ, ഗുഹയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം പിടിച്ച് ഞെക്കിയത്. നമുക്കൊക്കെ അറിയുന്ന കഥയാണ്, ഞാൻ കഥ പറയാൻ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. പനിച്ചുപോയി. അവിടെ നിന്ന് പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, എൻ്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ഞാൻ പേടിച്ചുപോയി, ബാക്കി ഉണ്ടാവോ എന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് ഇറങ്ങി വന്നത്. വീട്ടിലേക്ക് വരുമ്പോ തന്നെ പറഞ്ഞത് സമ്മിലൂനി സമ്മിലൂനി, ഒന്ന് പുറപ്പെട്ടു തരീം, എനിക്ക് പനിക്കുന്നുണ്ട്, എനിക്ക് വിറക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. ആരങ്ങളോട് ഈ പണിക്ക് പോകാൻ പറഞ്ഞത്? അവിടെ എവിടെയെങ്കിലും കിടന്നോ എന്നല്ല പറഞ്ഞത്. ഫസമ്മലൂ, പുതപ്പിട്ട് മൂടിക്കൊടുത്തു. വിറയൽ മാറുന്നത് വരെ ഖദീജ ഒരക്ഷരം പറഞ്ഞില്ല. വിറയൽ മാറിയപ്പോ പതുക്കെ തന്റെ കരളിന്റെ കരളായ ഭർത്താവിന്റെ അടുത്ത് പോയിരുന്നു. ഉണ്ടായ സംഭവങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഖദീജ പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. ലോകത്തിന്നേ വരെ ഒരു പെണ്ണും അത്ര മനോഹരമായി ഭർത്താവിനെ സമാധാനിപ്പിച്ചത് ഞാൻ കണ്ടില്ല. ഇനി ഒരു പെണ്ണിന് സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് ഖദീജ. അന്ന് ഖദീജ ഉമ്മ പറഞ്ഞു, കല്ല വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ إنك لتصل الرحم وتحمل الكل وتكسب المعدوم وتكري الضيف وتعين على نوائب الحق كلا. അങ്ങനെ പറയരുത് ഭർത്താവേ, വല്ലാഹി അല്ലാഹു ആണ് സത്യം, മാ യുഖ്സിക അല്ലാഹു അബദാ, ഒരിക്കലും എൻ്റെ ഭർത്താവിനെ അല്ലാഹു വേദനിപ്പിക്കൂല. ഇന്നക ലതസിലുർ റഹീം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. നോക്കൂ നിങ്ങൾ, നമ്മളിവിടെ ബന്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ബന്ധങ്ങൾ ചേർക്കലാണ്. ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിക്കണ്ട, ആ പടി ഞാൻ ചവിട്ടൂല, ഓനോട് ഞാൻ മിണ്ടൂല എന്ന് പറയുന്നിടത്ത് ഒരു നന്മയുമില്ല. അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അവനല്ല നേതാവ്, മറിച്ച് ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്നവനാണ്. ഖദീജ ബീവി പറയാണ്, എൻ്റെ ഭർത്താവിനെ അള്ളാഹു കഷ്ടപ്പെടുത്തൂല, അങ്ങ് ബന്ധം ചേർക്കുന്നവരാണ്, അങ്ങ് അശരണർക്ക് അത്താണിയാണ്, ആലംബമറ്റവർക്ക് ആലംബം കൊടുക്കുന്നവരാണ്, അങ്ങ് ധർമ്മ സമരങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ്, അങ്ങേ അള്ളാഹു വേദനിപ്പിക്കൂല. തേന്മഴ പോലെ പെയ്തിറങ്ങിയ ആ വാക്കുകളാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് ഏറ്റവും വലിയ സന്തോഷമായി മാറിയത്. പിന്നീട് നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ ചില കൗൺസിലിങ്ങുകളെ കുറിച്ച് പറയാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു കുഞ്ഞുമോനെ അവന്റെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോകും പോലെ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ കയ്യും പിടിച്ച് ആ കാലത്ത് ജീവിച്ചിരിപ്പുള്ള വലിയ പണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിൽ കൊണ്ടുപോയി. വറഖത്തിന്റെ അടുത്ത് കൊണ്ടുപോയി തന്റെ ഭർത്താവിന് സഹായമായി നല്ല പിന്തുണ കൊടുത്തു ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ഒരു ഭർത്താവിൽ നിന്ന് അല്ല, ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് പിന്തുണയാണ്. അത് കൊടുക്കാൻ സഹോദരിമാർ സന്നദ്ധരാവണം. ഇനി നോക്കൂ, പ്രബോധനത്തിന് വേണ്ടി പ്രവാചകർ ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആശങ്കയോടുകൂടെ ഖദീജാനോട് ചോദിച്ചു, അല്ല ഖദീജ, ഇന്നേ വരെ കേട്ട് കേൾവില്ലാത്ത പുതിയൊരു വിശ്വാസവുമായി ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ അവരുടെ കാലങ്ങളായി അവർ അനുഷ്ഠിച്ചു പോരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ തള്ളിയിട്ട് പുതിയൊരു വിശ്വാസത്തിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. അവരെന്നെ സ്വീകരിക്കോ ഖദീജ? അവരെന്നെ തള്ളിക്കളയൂലേ ഖദീജ? അപ്പൊ ഖദീജ പറയേണ്ടത്, എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാന്നാ. അതുകൊണ്ട് നിങ്ങൾ ആ പണിക്ക് പോകണ്ട, നമുക്കുള്ളതും കഴിച്ച് ഉടുത്തതും പൊതിച്ച് ഇവിടെ കിടക്കാം. അതിനല്ല ഭാര്യ. മറിച്ച് ഖദീജ വന്നു കൊടുത്ത ധൈര്യം, ഭർത്താവിന്റെ രണ്ട് ചുമലിലും കൈവച്ചിട്ട് അന്ന് ഖദീജ ബീവി ചോദിച്ചു, ആരാ പറഞ്ഞത് നിങ്ങൾ ആരും വിശ്വസിക്കൂലെന്ന്? ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ആമൻതു ബിക യാ റസൂലല്ലാഹ്, ആദ്യത്തെ മെമ്പർഷിപ്പ് എനിക്ക് തന്നേക്ക് നബിയെ, ഞാനിതാ വിശ്വസിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്റെ തങ്ങൾ ധൈര്യമായി ഇറങ്ങിക്കോളൂ. അതാണ് ഭാര്യ. അതാണ് ഒരു ഭാര്യയിൽ നിന്നുണ്ടാവേണ്ടത്. ആ ഒരു പിന്തുണയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഖദീജ ബീവിയിൽ പിന്നെയും നമ്മൾക്ക് കാണാൻ കഴിയും, ഇടക്കിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വരും. ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഒരു മണിനാദം പോലെ പ്രവാചകർക്ക് കേൾക്കുന്നതായിട്ട് തോന്നും. ആകാസ്വസ്ഥതയാവും, ശരീരത്തിന് എന്തോ ഒരു വിഷമം വരുന്നത് പോലെ തോന്നും. അത് ഖദീജയെ വല്ലാതെ തളർത്തി.
ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പ്രവാചകരോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ആ ജിബ്രീൽ വരുമ്പോ എന്നോടൊന്ന് പറയണം, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. പരിമിതമായ അറിവ്, ഒരു നാടൻ പെണ്ണിന്റെ പരിമിതമായ അറിവ് കൊണ്ട് ഖദീജ ബീവി പരിശോധിക്കുകയാണ്, ആ വരുന്നത് ജിബ്രീലാണോ അതല്ല ശൈത്വാനാണോ എന്ന് ഖദീജ പരീക്ഷിക്കുകയാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഖദീജയോട് പറഞ്ഞു, ഖദീജ, ആ ജിബ്രീൽ വന്നിട്ടുണ്ടടി. ജിബ്രീൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹാ തന്റെ കരളിന്റെ കരളായ ഭർത്താവിനോട് പറഞ്ഞു, ഖും യബ്ന അമ്മി, എന്റെ സഹോദരപുത്ര ഒന്ന് എഴുന്നേൽക്ക്, എന്റെ ഭർത്താവെ ഒന്ന് എഴുന്നേൽക്ക്. ഫജ്ലിസ് അലാ ഫഖ്ദിയൽ യുസ്റാ, എന്റെ ഇടത്തെ കാലിന്റെ തുടയിൽ കയറിയിരിക്ക് എന്ന് പറഞ്ഞു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ആഴമാണ് ഞാൻ പറയുന്നത്. ഖദീജ ബീവിയോട് അള്ളാഹുവിന്റെ പ്രവാചകർ കാണിച്ച സ്നേഹമാണ് ഞാൻ പറയുന്നത്. ഖദീജ പറഞ്ഞു, എന്റെ ഇടതുകാലിന്റെ തുടയിൽ ഇരിക്ക് എന്ന് പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയിരുന്നപ്പോ ഖദീജ ഉമ്മ ചോദിച്ചു, ഹൽ തറാഹു, നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങളുടെ ജിബ്രീലിനെ? ഖാല നഅം, അതെ ഖദീജ, ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഖും, നിങ്ങൾ എണീക്ക്, എന്നിട്ട് ഫജ്ലിസ് അലാ ഫഖ്ദിയൽ യുംന, എന്റെ വലത്തെ കാലിന്റെ തുടയമേലിരിക്ക് എന്ന് പറഞ്ഞു. തന്റെ വലതുകാലിലേക്ക് ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, ഹൽ തറാഹു, നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ ജിബ്രീലിനെ? ഖദീജ റളിയല്ലാഹു അൻഹ അപ്പോഴും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴും പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, ഫതഹവൽ ഫജ്ലിസ് ഫീ ഹിജ്രി. ഖദീജ ബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എണീറ്റിട്ട് എന്റെ മടിയിലേക്കൊന്ന് ചേർന്നിരിക്ക്. ഒരു ഭർത്താവിനെ ഭാര്യ ചേർത്ത് പിടിച്ചു. എന്നിട്ട് തന്റെ മുഖമക്കനെയൊക്കെ മാറ്റി ഭർത്താവ് ഭാര്യയോട് എത്രത്തോളം അടുക്കാൻ കഴിയോ അത്രത്തോളം അടുത്തു പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഹൽ തറാഹു, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ജിബ്രീലിനെ? ആ സമയത്ത് സംഘാടകർ നിങ്ങളെ സമീപിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരമായി സദസ്സിന് സാമ്പത്തികമായ വലിയ ബാധ്യതകൾ ഉണ്ടാവും, നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണ ഒരു ബക്കറ്റ് വരുന്ന രീതിയിൽ കാണാതെ മഹാനായ ഉസ്താദിനോടുള്ള ആ ഒരു സ്നേഹം കണക്കിലെടുത്ത് ഈ പ്രൗഢമായ സദസ്സ് ഇതിലും ഭംഗിയായി വരും വർഷങ്ങളിൽ നടക്കണം. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇതിന്റെ സംഘാടകർക്ക് മുന്നേറാൻ നമ്മൾ ഒരു കരുത്താവണം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വലിയ ഒരു സംഖ്യ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോ മടിയിൽ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, ഇല്ല ഖദീജ, ഞാൻ ഇപ്പൊ കാണുന്നില്ല. ആ സമയത്ത് ഖദീജ ബി പറഞ്ഞു, ഉസ്ബുത് വഅബ്ശിർ ഫവല്ലാഹി ഇന്നഹു ലമലക്, ഉറച്ചു നിന്നോളൂ നബിയെ, അതൊരു മലക്കാണ്. ശൈത്വാനാണെങ്കിൽ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചപ്പോ ആവേശത്തോടെ അവിടെ തന്നെ നിൽക്കായിരുന്നു, അതൊരു മലക്കായതുകൊണ്ടാണ്. തങ്ങളിലേക്ക് ഞാൻ വല്ലാതെ അടുത്തപ്പോ മാന്യത കൊണ്ട് ഇവിടെ നിന്ന് മാറി തന്നത്, അതുകൊണ്ട് ആ ആളെ നിങ്ങൾ പേടിക്കരുത്, അതാണ് പിന്തുണ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ നിസ്സാരമായിട്ട് നമ്മൾക്ക് തോന്നാമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന മുറിവ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ വലുതാണ്. ഇനിയോ ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ നിഷ്കളങ്കമായ പ്രണയമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ്. അതാണ് ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പുരുഷന്മാരുടെ ചെറിയൊരു സ്വഭാവം എന്നിലേക്ക് ചേർത്തുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ പല വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ട്. ആ ഭക്ഷണത്തിന്റെ നന്മയെക്കുറിച്ച് നമ്മൾ വാതോരാതെ വീട്ടിൽ വന്ന് സംസാരിക്കാറുണ്ട്. എന്നാൽ തന്റെ വീട്ടിലേക്ക് തന്റെ പ്രിയപ്പെട്ടവൾ വന്നതു മുതൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് രണ്ടാം സലാം വീട്ടുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരത്തിലും ചൂടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരവുമായി നിറപുഞ്ചിരിയുമായി ചായ കൊണ്ടുവന്ന് തരുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. അവളുടെ മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ട് ഖദീജ എന്ന് പറയാൻ പല ഭർത്താക്കന്മാർക്കും മടിയാണ്. അതേപോലെ ഭാര്യമാർ ഒരുക്കി കൊടുക്കുന്ന വിഷയങ്ങൾ ഭർത്താവിന് ഇഷ്ടമായിരിക്കാം എന്ന് കരുതി മുൻകൂട്ടി അവൾ സ്വയമേ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ നന്നായി ആസ്വദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു നല്ല വാക്ക് പറയാൻ നമ്മൾക്ക് മടിയായിരിക്കും. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒളിപ്പിച്ചു വെക്കാനുള്ള സാധനമല്ല. ഒളിപ്പിച്ചു വെക്കുന്ന സ്നേഹങ്ങൾ ഇസ്ലാമികവും അല്ല. നമ്മൾ പറയുന്ന സ്നേഹങ്ങളെല്ലാം പരസ്യമാക്കാനുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ ഭാര്യമാർക്ക് കൊടുത്ത സ്നേഹത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു
ദാത്തു സലാസിൽ സൈന്യത്തിന്റെ ലീഡറായി ചുമതലയേറ്റ സന്ദർഭം അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ കിട്ടിയപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചു. നമ്മുടെ ഈ മജ്ലിസിന് അനുഗ്രഹീതമായി പാണക്കാട് സയ്യിദ് കുടുംബത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോ ദാത്തുസലാസിൽ സൈന്യത്തിന്റെ ലീഡറായി അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് അംർ ഇബ്നുൽ ആസ് വന്നു. അംർ ഇബ്നുൽ ആസ് വന്നിട്ട് പ്രവാചകരോട് ചോദിച്ചു, നബിയെ, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്. ഈ ഒരു ചോദ്യം നിങ്ങൾ ഓരോരുത്തരോടും ഈ ഇരിക്കുന്ന പുരുഷന്മാരോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. അയ്യുന്നാസി അഹബ്ബു ഇലൈക, മനുഷ്യരിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ് എന്നാണ് അംർ ഇബ്നുൽ ആസിന്റെ ചോദ്യം. വാതിലിന്റെ മറവിൽ നിന്ന് ബീവി ആയിഷ ഒളിഞ്ഞു നോക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ മറുപടി? ആരെയായിരിക്കും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? എന്തായിരിക്കും അതിന് മറുപടി കൊടുക്കുന്നത്? ഒട്ടും ആലോചിക്കാതെ, ആശങ്ക ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകർ മറുപടി പറഞ്ഞു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആയിഷ, എന്റെ ആയിഷയാണ്. അതാണ് സ്നേഹം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ആ സ്നേഹം തുറന്നു പറയാൻ ഒരു ഭർത്താവിന് സാധിക്കണം. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിന് ആയിഷ എന്ന മറുപടി പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതൊരു ചോദ്യം അംർ ഇബ്നുൽ ആസ് ചോദിച്ചു. ഒരുപക്ഷെ ഒന്നാമത്തെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടിയേക്കാൾ ആയിഷ ബീവിയെ സന്തോഷിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ്. എന്താ രണ്ടാമത് ചോദിച്ച ചോദ്യം? നബിയെ, മിനർ റിജാൽ, ആണുങ്ങളിൽ തങ്ങൾ ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ആണുങ്ങളിൽ തങ്ങൾ ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? മനുഷ്യരിൽ ആരെയാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ ആണുങ്ങളിൽ നിന്ന് ചോദിച്ചാൽ തങ്ങൾ ആരെയായിരിക്കും ഉത്തരം പറയാം? നമുക്കൊക്കെ അറിയാം അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും സ്നേഹിച്ചത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന്. പക്ഷെ അവിടെ പറഞ്ഞ ഒരു മറുപടിയിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. എന്താണ് മനഃശാസ്ത്രം? അള്ളാഹുവിന്റെ റസൂൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകർ അന്ന് മറുപടി പറഞ്ഞു, ഞാൻ ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അബൂഹ, ഓള വാപ്പാനെയാണ്. ആരെ വാപ്പാനെ? എന്റെ ആയിഷാന്റെ വാപ്പാനെയാണ്. എത്ര സന്തോഷമായിട്ടുണ്ടാവും. ആയിഷാന്റെ ബാപ്പ ആരാ? അബൂബക്കർ സിദ്ദീഖാണ്. പക്ഷെ അബൂബക്കർ എന്ന് പറയുന്നതിനേക്കാളും ആയിഷാക്ക് ഇഷ്ടം എന്റെ ബാപ്പ എന്ന് പറയലായിരിക്കല്ലോ. നമ്മളിൽ പലർക്കും നമ്മളുടെ ഭാര്യാപിതാവ് കേവലം ഒരു കഥാപാത്രം മാത്രമാണ്. നമ്മൾ വീട്ടിന്റെ മുന്നിലൂടെ കയറി ചെല്ലുമ്പോൾ പിറകിലൂടെ അടുത്ത കോഴിക്കടയിലേക്കോ അല്ലെങ്കിൽ അടുത്ത പലചരക്ക് കടയിലേക്കോ ഓടേണ്ട ഒരു കഥാപാത്രം. നമ്മൾ ഭാര്യയോട് പലപ്പോഴും ഭാര്യാപിതാവിനെ കുറിച്ച് പറയാറുള്ളത് നിന്റെ ഉപ്പ, നിന്റെ അവിടുത്തെ ഉപ്പ, ആ രീതിയിലേ പറയാറുള്ളൂ. പക്ഷെ അയാൾ ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആ ബന്ധത്തിന്റെ വില ഭാര്യക്ക് വളരെ വിലമതിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെ? കാനോത്തിന്റെ സദസ്സിൽ നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ടാവും, നമ്മുടെ അമ്മോച്ചൻ കാക്ക സവ്വജ്തുക വ അൻകഹ്തുക എന്നൊക്കെ പറയുമ്പോ കാലിയാര് പിന്നെയും ചൊല്ലിക്കൊടുത്തു സവ്വജ്തുക. അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല, 2 or 3 തവണ ചൊല്ലിക്കൊടുത്തു. അപ്പൊ പുതിയാപ്പിളയായ ഞാൻ വിചാരിച്ചു എന്റെ അമ്മോച്ചന് അറബി ഉച്ചരിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും, അയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു ബാപ്പയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അമ്മോച്ചൻ കാക്കാക്ക് സവ്വജ്തുകാന്ന് നേരാവണ്ണം പറയാൻ കഴിയാതെ പോയത്. ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അയാൾ പറയുന്നത്, 18 കൊല്ലം ഞാൻ പോറ്റി വളർത്തിയ എന്റെ മോള്, എന്റെ മുഖത്തൊരു ക്ഷീണം വരുമ്പോഴേക്ക് എനിക്ക് ചായ ഇട്ട് തരുന്ന എന്റെ മോള്, ഒരു രാത്രി ഞാൻ ഉറങ്ങുന്നില്ലെന്ന് കണ്ടാൽ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്ന എൻ്റെ മോള്, ഒരു ദിവസം 5 മണിക്ക് വരേണ്ട മോള് 5:10 ആവുമ്പോഴേക്ക് എൻ്റെ കൽബ് പിഴക്കാറുണ്ട് എൻ്റെ മോൾക്ക്. ആ മോളെ നിനക്ക് ഞാനങ്ങ് തരുകടാ. ഇനി ഞാൻ മയ്യത്തായാൽ പോലും എൻ്റെ മയ്യത്തൊന്ന് കാണണമെങ്കിൽ അവൾക്ക് നിന്റെ സമ്മതം വേണടാ. ആ നിലക്ക് എൻ്റെ
എൻ്റെ മോളെ നിനക്ക് തരികയാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ ബാപ്പാന്റെ കണ്ടമിടറിയത്. അയാൾക്ക് അപ്പോഴാണ് അക്ഷരങ്ങൾ പാതിയിൽ മുറിഞ്ഞു പോയത്. ആ മനുഷ്യനൊന്ന് സ്നേഹിച്ചുകൂടെ നമ്മൾക്ക്? ആ മനുഷ്യനൊന്ന് ബഹുമാനിച്ചുകൂടെ നമ്മൾക്ക്? ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ ബന്ധത്തെക്കുറിച്ചും നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകർ ആ ബന്ധത്തെ കാത്തു സൂക്ഷിച്ചു. ആണുങ്ങളിൽ ആരെയാണ് അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് എത്ര മനോഹരമാണ് മറുപടി. അബൂഹ, ഓളെ ബാപ്പാനെയാണ് എനിക്കിഷ്ടം. അവളെ ബാപ്പാനെ അത്രക്ക് സ്നേഹിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഭാര്യയുടെ മരണത്തിന് ശേഷം പോലും അള്ളാഹുവിന്റെ പ്രവാചകർ തന്റെ ഭാര്യമാരോട് കാണിച്ച സ്നേഹം ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ വിട പറഞ്ഞു പോയതിനു ശേഷം ഒരു ദിവസം നമുക്കറിയാം ബദർ യുദ്ധം നടന്നു. ഹിജ്റയുടെ 2-ാം കൊല്ലം ബദർ യുദ്ധം നടന്നു. ആ ബദർ യുദ്ധത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ സൈനബയുടെ ഭർത്താവ് അബുൽ ആസ് ശത്രുക്കളുടെ ചേരിയിലായിരുന്നു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ഒരു ബാപ്പാന്റെ സങ്കടം. ബദറിൽ തന്റെ പുതിയാപ്പിള ശത്രുക്കളുടെ ചേരിയിൽ. അബുൽ ആസിനെ ബന്ദിയാക്കി പിടിക്കപ്പെട്ടു. അബുൽ ആസ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, സ്വഹാബിയ. ആ അബുൽ ആസിനെ ബന്ദിയാക്കി പിടിക്കപ്പെട്ടപ്പോ ഏതൊരു യുദ്ധത്തിലും പിടിക്കപ്പെടുന്ന ബന്ദികൾക്ക് രക്ഷപ്പെടാൻ മോചനദ്രവ്യം കണക്കാക്കും. നിശ്ചിത സംഖ്യ കൊടുത്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാവുന്നതാണ്. അങ്ങനെ മോചനദ്രവ്യം കണക്കാക്കി അബുല്ലാസിന്. അബുല്ലാസിന്റെ കയ്യിൽ ഒരു മുക്കാലുമില്ല. അബുല്ലാസ് മക്കത്തുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബയുടെ അടുത്തേക്ക് ആളയച്ചു. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കണം, അല്ലാതെ നിന്റെ ഉപ്പ എന്നെ വിടൂല എന്ന് പറഞ്ഞു. സൈനബ മോള് കൊടുത്തയച്ചു തന്റെ കഴുത്തിലുള്ള ചെറിയൊരു സ്വർണമാല. സൈനബ മോള് തന്റെ ഭർത്താവ് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തയച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പത്നി ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഖദീജ ബീവിയോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സംസാരം ഞാൻ നിർത്തിയത്. ബദറിൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബുൽ ആസ് ബന്ദിയാക്കി പിടിക്കപ്പെടുകയും ആ അബുൽ ആസിന് മോചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും കയ്യിലില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ ഭാര്യയായ സൈനബിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കുകയും കഴുത്തിലുണ്ടായിരുന്ന ചെറിയ സ്വർണമാല ഊരിയിട്ട് കൊടുത്തേക്കുകയും ചെയ്തു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ബന്ധനസ്ഥരെയും മോചിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് അബുല്ലാസ് വന്നു, കയ്യിലൊരു ചെറിയ പൊതിയുമായിട്ട്. ആ പൊതി പ്രവാചകരുടെ കയ്യിൽ കൊടുത്തു. വളരെ വേദനയോടുകൂടെ പ്രവാചകർ ആ പൊതി അഴിച്ചു നോക്കി. തൻ്റെ പ്രിയപ്പെട്ട മകൾ സൈനബയുടെ ഭർത്താവ് ശത്രുക്കളുടെ ചേരിയിലാണുള്ളത്. അതൊരു വലിയ സങ്കടമാണ്. ആ സങ്കടത്തിന്റെ കൂടെയാണ് ഈ ഒരു പൊതി പ്രവാചകരുടെ കയ്യിലേക്ക് വരുന്നത്. അവിടുന്ന് ആ പൊതി അഴിച്ചപ്പോൾ അതൊരു കുഞ്ഞു സ്വർണമാലയാണ്. ഫലമ്മാറ അൽ ഖിലാദ, ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. ആ മാല കണ്ടപ്പോഴേക്ക് അറഫഹ, പ്രവാചകർക്ക് ഖദീജയെ ഓർമ്മയായി. ഇതെന്റെ ഖദീജ കൊടുത്തയച്ച മാലയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പൊന്നുമോൾ ഒരു തരി പൊന്നില്ലാതെ പടിയിറങ്ങുമ്പോൾ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ സൈനബ മോളുടെ കഴുത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ ഇട്ടുകൊടുത്ത മാലയാണ് ഈ മാല. വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ ഭാര്യയുടെ ഗന്ധമുള്ള, ഭാര്യയുടെ ശരീരത്തോടൊട്ടി നിന്ന മാല കണ്ടപ്പോഴേക്ക് അവിടുത്തെ കണ്ടമിടറി, അവിടുത്തെ കൽബ് പതറി. അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് സമ്മതമാണോ ഞാൻ ഈ മാല എൻ്റെ മോൾക്ക് തന്നെ തിരിച്ചു കൊടുത്തോട്ടെ? ഇതെന്റെ ഖദീജയെ ഓർമ്മിപ്പിക്കുന്ന മാലയാണ്, ഞാൻ തിരിച്ചു കൊടുക്കട്ടെ എന്ന് അവിടുന്ന് സമ്മതം ചോദിച്ച് തിരിച്ചു കൊടുത്തത് ചരിത്രത്തിൽ കാണാം. അതാണ് അനുരാഗം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹമെന്ന് പറയുന്നത്. ഭാര്യമാരിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു അസ്വസ്ഥത കാണുമ്പോഴേക്ക് എല്ലാം വലിച്ചെറിഞ്ഞു, ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നവരെ നമ്മൾ കാണാറുണ്ട്. അവിടെ പ്രവാചകരുടെ ഒരു വാക്ക് പ്രസക്തമാണ്. ഒരു ബന്ധം മുറിച്ചു കളയാൻ കാരണം ഒരു വെറുപ്പാണെങ്കിൽ നന്മക്ക് ഹേതുവായി എന്തൊക്കെ കാരണങ്ങൾ അവളിൽ ഉണ്ടാവാം എന്ന് ചിന്തിക്കാൻ നീ സന്നദ്ധനാവണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യരുടെ ആദ്യത്തെ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമാണ്.
തുടർന്നാണ് സന്താനങ്ങൾ ഉണ്ടാവുന്നത്. മക്കളിൽ നിന്ന് എന്താണ് ലഭിക്കേണ്ടത്? നമ്മൾക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഈ ഇരിക്കുന്നവർ ഏറ്റവും ആശങ്കപ്പെടുന്നത് മക്കളുടെ കാര്യത്തിലാണ്. ചിലർക്ക് മക്കൾ ഡോക്ടർ തന്നെ ആവണം, വേറെ ചില ആളുകൾക്ക് ഉന്നത ജോലികൾ ലഭിക്കണം, വേറെ ചില ആളുകൾക്ക് മക്കൾ ബിസിനസ്സുകാരാവണം, പാട്ടുകാരാവണം, പ്രാസംഗികനാവണം, പണ്ഡിതനാവണം. നൂറുകൂട്ടം ആഗ്രഹങ്ങളാണ്. എന്നാൽ മക്കളിൽ നിന്ന് ലഭിക്കേണ്ടത് എന്താണെന്ന് ഖുർആൻ പറഞ്ഞു ഒറ്റ വാക്കിൽ. അതിനേക്കാൾ മനോഹരമായിട്ട് പറയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. എന്താണ് തൻ്റെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും ലഭിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ നമ്മളോടൊക്കെ നടത്താൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ വചനം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ഇടം പിടിക്കണം. ഞാൻ മാതാപിതാക്കളോട് പറയാണ്, നിങ്ങൾ മക്കൾ സ്വാലിഹാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ മക്കൾ സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും വലിയ പിന്തുണ കൊടുക്കേണ്ടവർ നിങ്ങളാണ്. എന്താണ് നിങ്ങൾക്ക് മക്കളിൽ നിന്ന് ലഭിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതിടം പിടിക്കണം. എന്താ ഖുർആൻ പറയുന്നത്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബുലന, നീ ഞങ്ങൾക്ക് ഓശാരമായിട്ട് തന്നാലും, മിന്നസ്വാജിന, ഞങ്ങളുടെ ഇണകളിലും, വദുർരിയാതിന, ഞങ്ങളുടെ സന്തതികളിലും, ഖുർറത അയുനിൻ, കണ്ണിന് കുളിർമ തരണം. കണ്ണിന് കുളിർമ. മോൻ ഡോക്ടർ ആവണമെന്നല്ല, എഞ്ചിനീയർ ആവണമെന്നല്ല, കണ്ണിന് കുളിർമയുള്ള ഒരു മകനാവണം എൻ്റെ മകൻ. ഞാൻ ഉദാഹരണം പറയാം. കണ്ണിന് കുളിർമ. കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പലപ്പോഴും ചൂടാണ്. ഉദാഹരണമായി, നിങ്ങളുടെ തൊട്ടടുത്ത ടൗണിൽ എവിടെയോ ഫുട്പാത്തിൽ കള്ളു കുടിച്ച് ലക്കുകെട്ട് വായിൽ നിന്ന് നൊരയും പതയും വന്നൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ആ കിടക്കുന്ന മനുഷ്യൻ ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പിതാവിൻ്റെ, ഒരു മാതാവിൻ്റെ മകനാണ് എന്ന് പറയപ്പെട്ടാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അപ്പോൾ വെള്ളം ചാടും. ആ വെള്ളത്തിന് ദുഃഖത്തിൻ്റെ ഗന്ധമാണ്, ആ വെള്ളത്തിന് സങ്കടത്തിൻ്റെ കഥയാണ്, ആ വെള്ളത്തിന് വെറുപ്പിൻ്റെ ഗന്ധമാണുള്ളത്. അതേ സമയത്ത് ഇബ്രാഹിം ഉസ്താദിനെ ആദരിക്കുന്ന ഈ സദസ്സിൽ ഭിന്നശേഷിക്കാരനായ ഒരു മോൻ കയറി വന്നു. ആ മോൻ സ്റ്റേറ്റ് തലത്തിൽ വലിയ മെഡലുകൾ വാങ്ങി. ആ മോനെ നൊന്തുപെറ്റ ഉമ്മ ഈ സദസ്സിലുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും ആ സമ്മാനം വാങ്ങുമ്പോൾ പുഞ്ചിരി തൂകിയെങ്കിൽ, ആ ഉമ്മ അറിയാതെ ആ ഉമ്മാന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം ചാടിയിട്ടുണ്ടാവും. ആ വെള്ളത്തിന് ചൂടല്ല, ആ വെള്ളത്തിന് കുളിർമയാണ്. അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുമ്പോ മാതാവിൻ്റെ, പിതാവിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെ 2 തുള്ളി വെള്ളം, ഇതാണ് നമ്മുടെ മക്കളിലും നമ്മൾക്ക് കിട്ടേണ്ടത്. അവനൊരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഈ കൺകുളിർമ തരാത്ത മക്കളെ കൊണ്ട് എന്ത് നേട്ടമാണ് നമ്മൾക്ക്? അപ്പൊ എന്താ ഖുർആൻ ദ്വാരക്കാൻ പറഞ്ഞത്? കൺകുളിർമയുള്ള മക്കൾ. റബീഉൽ അവ്വലിന് എല്ലാവരും വന്ന് പാട്ട് പാടുമ്പോ ഒരു കുഞ്ഞുമോൻ ഇവിടെ വേദിയിൽ വെച്ച് പാടുന്ന ഒരു പാട്ട് കേട്ടിട്ട് ആ പാട്ട് കേൾക്കാൻ എണീറ്റ് നിന്ന ഉമ്മാക്ക് മകനെ കാണാൻ കഴിയാതെ കണ്ണു മൂടിയിട്ട് കണ്ണിലെ വെള്ളം നിറഞ്ഞത് ആ മകനോടുള്ള സ്നേഹമാണ്. അതാണ് കുളിർമയുള്ള വെള്ളം എന്ന് പറയുന്നത്. പിന്നെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം, വജഅൽനാ, നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ആക്കണം, ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമ നിൽക്കുന്നവരാവണം നമ്മുടെ മക്കൾ. നിങ്ങൾ പണ്ഡിതനാവാൻ വേണ്ടി പ്രത്യേകം പറയണ്ട, നിങ്ങളുടെ മോൻ ഡോക്ടർ ആവണമെന്ന് പ്രത്യേകം പറയണ്ട. നിങ്ങളുടെ മോനിക്ക് എവിടെയാണോ കഴിവുള്ളത് ആ കഴിവിന്റെ മേഖലയിൽ അവൻ പ്രവർത്തിച്ച് കൺകുളിർമ നൽകുന്ന മുത്തഖീങ്ങൾക്ക് ഇമാമ നിൽക്കുന്ന ഒരു മോനായി, ഒരു മോളായി എൻ്റെ മോനും മോളും വളരണം. ഇതാണ് ഒരു വിശ്വാസിയുടെ കൺസെപ്റ്റ്. ഇതാണ് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, മക്കളിൽ നിന്ന് ലഭിക്കേണ്ടത് കണ്ണിന് കുളിർമയാണ്. ഇത് കിട്ടുമോ നമ്മൾക്ക്? മക്കളിൽ നിന്ന് കൺകുളിർമ നമ്മൾക്ക് കിട്ടുമോ എന്ന് ഒരു സംശയവും വേണ്ട. തീർച്ചയായും നമ്മൾക്കത് കിട്ടുക തന്നെ ചെയ്യും. അത് കിട്ടാൻ എന്ത് വേണം? നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുവോ അത് മക്കൾ നമ്മൾ ഇങ്ങോട്ട് തരും. നേരത്തെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഇവിടെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കഥ പറയാം. ഇന്ന് സ്നേഹം അസ്തമിച്ചു പോയ വീടുകളാണ് നമ്മുടെ വീട്. ഇന്ന് പല വീടുകളും വലിയ കൊട്ടാരങ്ങളാണ്. പക്ഷെ ഈ കൊട്ടാരങ്ങളിൽ പലതും മരണ വീടുകൾക്ക് സമാനമാണ്.
അവിടെ ഒരു ശബ്ദവുമില്ല. അവിടെ ഓടിച്ചാടി കളിക്കുന്ന മക്കളില്ല. ചിരട്ടയിൽ ചോറ് വെക്കാൻ ഇന്നത്തെ മക്കൾക്കറിയില്ല. മുറ്റത്ത് കെട്ടിയ മാക്കൊമ്പത്ത് കെട്ടിയ ഊഞ്ഞാലിലാടാൻ ഇന്നത്തെ മക്കൾക്ക് സമയമില്ല. വൈകുന്നേരങ്ങളിൽ പുറം കാണിച്ചു കൊടുത്ത് പുറത്ത് തൻ്റെ കുഞ്ഞിനെ ഇരുത്തിയിട്ട് വീട്ടുകോലായിലൂടെ നടക്കാൻ ബാപ്പാക്ക് സമയമില്ല. സ്നേഹമസ്തമിച്ചു പോയ ഒരു ലോകം. ഈ ഒരു ലോകത്ത് ഞാനൊരു മോളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു കുഞ്ഞുമോള് വീട്ടിൽ നിന്ന് ആരോടും ചോദിക്കാതെ ഇറങ്ങി നടന്നു ഒരു ദിവസം. ഞാൻ ഈ പറയുന്നത് ഒരു കെട്ടുകഥയല്ല, നമ്മുടെ വീടുകളിലുള്ള ഓരോ മക്കളുടെ കൃത്യമായ കഥയാണ് ഞാൻ പറയുന്നത്. ഒരു മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൾക്കൊരു കാമുകനെ തിരഞ്ഞെടുക്കാനുള്ള പ്രായമായിട്ടില്ല. അവൾക്കൊരു പ്രേമബന്ധമുള്ളതായിട്ട് വീട്ടുകാരറിയുകയുമില്ല. ആ മോളെ വഴിയിൽ വെച്ചുകൊണ്ട് അപരിചിതർ കാണുന്നു. മോൾ എന്താണ് ഇങ്ങനെ ഒറ്റക്ക് നടക്കുന്നത്? അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. അവൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അവസാനം മോളുടെ പേരും വീടുമൊക്കെ അന്വേഷിച്ചു. നാട്ടിൽ അറിയപ്പെട്ട കുടുംബത്തിലെ മോളാണ്. ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോ ആ മോള് പറഞ്ഞ പച്ചയായ ഒരു സത്യമുണ്ട്. ആ സത്യത്തിലെ കഥാപാത്രങ്ങളാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ആ മോള് പറഞ്ഞതെന്നറിയോ? എൻ്റെ വീട്ടിലുള്ളത് ഞാൻ കൂടാതെ 3 അംഗങ്ങളാണ്. ഒന്നെൻ്റെ ഉപ്പച്ചിയാണ്, ഒന്നെൻ്റെ ഉമ്മച്ചിയാണ്, ഒന്നെൻ്റെ ഇക്കാക്കയാണ്, പിന്നെ ഞാനാണ്. നല്ല സന്തോഷമുള്ള കുടുംബമാണ് ആ കുടുംബം. നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ്. പിന്നെ എന്തിനാണ് ഈ മോൾ ഇറങ്ങിപ്പോയത്? മോള് പറഞ്ഞത്, എന്നോടാരും മിണ്ടാറില്ല, എന്നോട് വീട്ടിൽ ആരും മിണ്ടാറില്ല, എൻ്റെ മുഖത്ത് നോക്കി ആരും ചിരിക്കാറില്ല, ഉമ്മച്ചി എന്നെ ചേർത്ത് കിടത്താറില്ല, എൻ്റെ നെറുകയിൽ ആരും ചുംബിക്കാറില്ല. മറിച്ച് ബാപ്പാക്കിഷ്ടം ഫോണിനോടാണ്. ബാപ്പാക്ക് കോലായിൽ ഒരു ചാരുകസേരയുണ്ട്. ബാപ്പ എപ്പോഴും അതിലിരുന്നു കൊണ്ട് ഫോണിൽ തോണ്ടുകയായിരിക്കും എൻ്റെ ബാപ്പ. 1-2 പ്രാവശ്യം ഞാൻ ബാപ്പയെ പോയി വിളിച്ചു. ബാപ്പ മിണ്ടാട്ടത് കണ്ടപ്പോ ഒരു ദിവസം ഞാൻ എൻ്റെ ബാപ്പാന്റെ കവിള് പിടിച്ചുയർത്തി. ചെറിയൊരു അധികാരം, ആ ബാപ്പാന്റെ മോളാണല്ലോ ഞാനെന്ന് കരുതി ബാപ്പാന്റെ കവിള് പിടിച്ചുണർത്തി ഉയർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ഉപ്പച്ചി എന്താ മിണ്ടാത്തത് എന്നെന്നോട് ചോദിച്ചു. ഏതോ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ രസച്ചരൽ മുറിഞ്ഞുപോയ ബാപ്പാക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ ഇടത് കൈ കൊണ്ടാട്ടി, പോടി അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ബാപ്പ എന്നെ ആട്ടി. പിന്നെ ഞാൻ എൻ്റെ ബാപ്പയോട് മിണ്ടാൻ പോവാറില്ല. എനിക്ക് ബാപ്പാനെ പേടിയാണ്. ഉമ്മാക്ക് എപ്പോഴും ഫോണിലാണ്. ഉമ്മ 1-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഗ്രൂപ്പ്, 2-ാം ക്ലാസ്സിൽ പഠിച്ചവരുടെ ഗ്രൂപ്പ്, അയൽപക്കക്കാരുടെ ഗ്രൂപ്പ്, കുടുംബശ്രീയുടെ ഗ്രൂപ്പ് എന്ന് വേണ്ട കുടുംബത്തിലുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ ഗ്രൂപ്പിലാണ് ഉമ്മ. അവർക്ക് വോയിസ് ചെയ്യണം, ആ വോയിസിന് റിപ്ലൈ കൊടുക്കണം, അതിന് ലൈക്ക് ചെയ്യണം. ആ ലോകത്താണ് എൻ്റെ ഉമ്മ. ഉമ്മയും എന്നോട് മിണ്ടാറില്ല. ഇക്കാക്കാന്റെ റൂം വീട്ടിന്റെ മുകളിലത്തെ നിലയിലാണ്. കാക്ക കാറിപ്പോന്നതേ ഞാൻ കാണാറുള്ളൂ. കാറിപ്പോയ ഉടനെ തന്നെ വാതിൽ ഷട്ടേന്ന് പറഞ്ഞ് അടക്കുന്ന ഒച്ച കേൾക്കാറുണ്ട്. പിന്നെ കാക്ക ഇറങ്ങിപ്പോകുന്നതേ ഞാൻ കാണാറുള്ളൂ. വീട്ടിൽ ഞാൻ അനാഥയാണ്, എന്നോട് ആരും മിണ്ടാറില്ല. എൻ്റെ വകയിലുള്ള ഒരു മൂത്തുമ്മ വരാറുണ്ട്. ഇടക്കിടക്ക് എൻ്റെ മൂത്തുമ്മ എന്നെ കാണാൻ വന്നാൽ എൻ്റെ മുടി ചീകിത്തരും, എൻ്റെ തലയിലൂടെ വിരലോടിക്കും, എൻ്റെ കവിളിൽ മുത്തം തരും. എന്നെ അന്ന് രാത്രി മൂത്തുമ്മയുടെ കൈത്തണ്ടയിൽ കിടത്തും. എനിക്ക് ആ മൂത്തുമ്മയുടെ കൂടെ ജീവിച്ചാൽ മതി. എൻ്റെ മൂത്തുമ്മൻ്റെ വീട് എനിക്കറിയില്ല. ഞാൻ ആ മൂത്തുമ്മയുടെ വീടും തേടി പോവുകയാണെന്നൊരു കുഞ്ഞുമോൾ പറഞ്ഞു. സത്യത്തിൽ ഈ മോള് നമ്മളുടെ വീട്ടിലുള്ള മക്കളാണ്. നമ്മൾക്ക് അവരോട് മിണ്ടാൻ സമയമുണ്ടോ? നമ്മൾക്ക് അവരുടെ കൂടെ കളിക്കാൻ സമയമുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ബാപ്പയെ പരിചയപ്പെടുത്തി തരാം. ആ ബാപ്പാന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ മിഹ്റാബിൽ ഇമാമായി നിസ്കരിക്കുകയാണ്. അതിലും വലിയൊരു ജോലി ഇല്ലല്ലോ മനുഷ്യന്. നിസ്കാരം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന്റെ മുന്നിലുള്ള സാഷ്ടാംഗമാണ് നിസ്കാരം. ഏറ്റവും ശ്രദ്ധ വേണ്ട 14 നിബന്ധനകൾ വേണ്ട പ്രവൃത്തിയാണ് നിസ്കാരം. ആ നിബന്ധനകൾ ഒരുപക്ഷെ ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിന് പോലും അത്ര വലിയ നിബന്ധനകൾ ഉണ്ടാവില്ല. അത്രയും നിബന്ധനകളുള്ള അമലാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഇമാമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് ജാഅഹുൽ ഹുസൈൻ, അവിടുത്തെ പേരക്കുട്ടിയായ ഫാത്തിമ മോളുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ് ഇന്നിവിടെ വന്നത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ നമ്മുടെ അഭിമാനമായ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ഇന്നും നമ്മൾ എഴുന്നേറ്റ് നിന്നത് ആ മക്കളോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ടാണ്. നോക്കൂ, ആ അഹ്ലു ബൈത്തിന്റെ കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിഹ്റാബിലേക്ക് നേരെ കയറി വന്നു. എന്താണ് കയറി വരാനുള്ള പ്രചോദനം? എൻ്റെ ഉപ്പാപ്പയാണ് അവിടെ ഇമാമ നിൽക്കുന്നത്.
അള്ളാഹുവിന്റെ റസൂല് സുജൂദിൽ കിടന്നപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫറക്കിബ ഉനുഖഹു വഹുവ സാജിദുൻ. അള്ളാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോ ഉപ്പാപ്പാന്റെ പെരടിയിൽ കയറിയിരുന്നു സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധങ്ങളുടെ വില ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ ആലോചിക്ക്, നമ്മളും നമ്മളുടെ മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്ന് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, മോനെ ബാപ്പാനോട് സലാം പറയണം. പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന ബാപ്പാന്റെ അടുത്ത് ഇന്ന് എത്ര മക്കൾ വന്നിട്ടുണ്ടാവും. ഉപ്പച്ചി ഞാൻ പോട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ഒന്ന് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് എന്റെ കുട്ടിയെ അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന് പറയാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു മജ്‌ലിസിലേക്ക് ഒരു 313 കൊടുത്തൊരു കടലാസ് കൊടുത്താൽ മക്കൾ സ്വാലിഹാകുമെന്ന് ആരാ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിലോ മദ്രസയിലോ കൊണ്ട് അഡ്മിഷൻ വാങ്ങിയത് കൊണ്ട് മാത്രം മക്കൾ സ്വാലിഹാകുമെന്ന് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്? എന്തുകൊണ്ട് സ്നേഹം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുന്നില്ല? ഉപ്പാപ്പാന്റെ പുറത്ത് കയറി സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ശല്യപ്പെടുത്തിയ കുട്ടി അവിടുന്ന് വലിച്ചു താഴെ ഇട്ടില്ല. അവിടുന്ന് എന്ത് ചെയ്തു? ഫാത്താല സുജൂദ, സുജൂദ് നീട്ടി. റക്കിബ എന്ന പദത്തിനർത്ഥം വാഹനം കയറിനാണ്. അന്നത്തെ വണ്ടി ഒന്നുകിൽ ഒട്ടകം അല്ലെങ്കിൽ കുതിരയാണ്. അപ്പോ ഈ മോൻ വന്നിട്ട് ഉപ്പാപ്പ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോ ഉപ്പാപ്പാന്റെ പുറത്ത് വണ്ടി കയറിനാണ് ഹദീസിലുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകർ സുജൂദ് അങ്ങ് നീട്ടി. ദീർഘനേരം മോൻ ഇറങ്ങുന്നത് വരെ സുജൂദ് ചെയ്തു. സഹാബത്ത് വിചാരിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്നുകിൽ അവിടുത്തെ ശരീരത്തിന് വയ്യായികയുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. അല്ലാതെ സുജൂദ് ഇങ്ങനെ നീളൂല. നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്ത് ഒന്നടങ്കം ചോദിച്ചു, ലിമാ തൽത സുജൂദ യാ റസൂലല്ലാഹ്, എന്താണ് ഇന്ന് സുജൂദിന് ഇത്ര നീളം? തങ്ങൾ എന്തിനാണ് സുജൂദ് ഇങ്ങനെ നീട്ടിയത്? അതിനവിടെ നിന്ന് പച്ച അറബിയിൽ മറുപടി പറഞ്ഞത്, ഇന്നബിനി ഖദിർതഹലനി, എന്റെ മോൻ എന്നെ വണ്ടിയാക്കി, എന്റെ കുട്ടി വന്നിട്ട് എന്റെ വണ്ടിയാക്കി. ഫകരിഹ്തു അൻ അഅ്ജിലഹു, അവനെ വലിച്ചിടാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. അവന്റെ കുഞ്ഞു മനസ്സിന് മുറിവേൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്തോ ആഗ്രഹിച്ചിട്ടല്ലേ കയറിയത്. അവന്റെ ആഗ്രഹം തീരുന്നത് വരെ എന്റെ മോൻ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ സുജൂദ് നീട്ടിയതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹം നിങ്ങൾ അങ്ങോട്ട് മക്കൾക്ക് കൊടുക്കോ, അതിന്റെ ഇരട്ടി മക്കൾ ഇങ്ങോട്ട് തരും, ഒരു സംശയവും വേണ്ട. ഇതാണ് ബന്ധങ്ങളുടെ വില എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ സയ്യിദുനാ ഹസൻ ഹുസൈൻ രണ്ട് മക്കളും വന്നു മദീനത്തെ പള്ളിയിലേക്ക്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ രണ്ട് മക്കളും വന്നു. എങ്ങനെയാ വരുന്നത്? യൽസുമു മറത്തൻ, അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട മക്കൾ ഒന്ന് ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും നിലത്ത് വീഴുന്നുണ്ട്, എണീക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ മക്കൾ വരുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ രണ്ട് മക്കളെ കണ്ടിട്ട് അലൈഹിമാ ഖമീസാനി അഹ്മറാനി, രണ്ടാളും രണ്ട് ചുവന്ന ഖമീസ് ധരിച്ചിട്ട് ആ രണ്ട് കുഞ്ഞു മക്കളാണ്. ആ മക്കൾ പള്ളിയിലേക്ക് വരുന്നത്. അവിടുന്ന് മിമ്പറയുടെ മുകളിലാണുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകർ ഫനസല, തന്റെ പ്രസംഗം നിർത്തിയിട്ട് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി. ഫാഖദഹുമാ, രണ്ട് മക്കളെയും പിടിച്ചു. ഫസഇദഹുമൽ മിമ്പറ, രണ്ടാളെയും കൊണ്ട് മിമ്പറിൽ കയറി. വലതുഭാഗത്ത് ഹസനെയും ഇടതുഭാഗത്ത് ഹുസൈനെയും ഇരുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തു ഹാദൈനി, ഇവരെ രണ്ടാളെയും കണ്ടപ്പോ ഫലം അസ്ബിർ, എന്റെ ക്ഷമ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. എന്നോട് ശ്രോതാക്കൾ ക്ഷമിക്കണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബന്ധം. ഈ ബന്ധമാണ് വേണ്ടത്. തന്റെ രണ്ട് പേരക്കുട്ടികളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞ വാക്ക്, അവരെന്റെ മക്കളാന്നല്ല പറഞ്ഞത്. ഹുമാറൈഹാനത്തായ, അവരെന്റെ രണ്ട് റോസാപ്പൂക്കളാണ്. മുത്തിമണത്താൽ മതിവരാത്ത എന്റെ രണ്ട് റോസാപ്പൂക്കളാണ് എന്റെ ഹസൻ, എന്റെ ഹുസൈൻ. ഇങ്ങനെ പറയാൻ എത്ര ബാപ്പമാർക്ക് കഴിയും? മക്കളെ ചേർത്ത് പിടിക്കാൻ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ടാണ് ബന്ധങ്ങൾ അറ്റുപോകുന്നത്. സ്നേഹം അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അതിങ്ങോട്ട് കിട്ടുമെന്നാരും വിചാരിക്കരുത്. ഇനിയോ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ? നമ്മൾ സാധാരണ പറയും, മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കണം എന്ന് നമ്മൾ പറയും. ഇത് കുടുംബ ബന്ധത്തിന്റെ ഒരു വശമാണ് എന്ന് ഞാൻ പറയട്ടെ. ആ ഒരു ബന്ധം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ റെസ്പെക്ട് ചെയ്യണം. മക്കളെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെള്ളലശ്ശേരിയിലെ ഒരു ബാപ്പ നാളെ പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകൻ വരുന്നത് കണ്ടാൽ എണീറ്റ് ഓച്ചാനിച്ച് ഒരു ഭാഗത്ത് നിൽക്കണമെന്നല്ല.
ചില കാര്യങ്ങളിൽ, ഉദാഹരണമായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവർ തമ്മിൽ പല പ്രവർത്തികളും നടക്കും. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു 10 വയസ്സായാൽ നിങ്ങളുടെ കിടക്കയിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞിനെ മാറ്റി പാർപ്പിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടിയെ 10 വയസ്സായ കുട്ടിയെ ഉപ്പാന്റെ കിടക്കയിൽ, ഉപ്പയും ഉമ്മയും കിടക്കുന്ന ബെഡിൽ കിടത്താൻ പാടില്ല. അവന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതുവഴി മാതാപിതാക്കളോട് പുച്ഛം തോന്നാനും ഒക്കെ കാരണമായി മാറും. അതുകൊണ്ട് കിടത്തത്തിൽ മാറ്റം വരുത്തണം. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും അവിടെ നിന്ന് നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. പിന്നെയോ മക്കളെ ബഹുമാനിക്കണം. ആ ബഹുമാനം ബീവി ഫാത്തിമയോട് അവിടെ നിന്ന് കാണിച്ചു. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ ഉപ്പ എങ്ങനെയാ സ്വീകരിച്ചത്? ഹദീസിൽ കാണാം, ഖാമ ഇലൈഹാ, റസൂലുള്ള ഇറങ്ങി ഓടി അങ്ങ് ചെല്ലും ഫാത്തിമ മോളുടെ അടുത്തേക്ക്. അതാണ് വാപ്പ. ഓടി ചെന്നിട്ട് ഖാമ ഇലൈഹാ ഫഖബ്ബലഹാ, ആദ്യം മോളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുക്കും. എന്നിട്ട് ആ ഉപ്പ മോളെ കൊണ്ടുവരും. വാജിലസഹാ ഫീ മജ്ലിസിഹി, കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഉപ്പാന്റെ മജ്ലിസിൽ ഇരുത്തിയിരിക്കും മോളെ. ഇനിയോ ഫാത്തിമാന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയാലോ, ഫാത്തിമയും ഉപ്പ ചെയ്തതുപോലെ ഇറങ്ങി വരും. ഉപ്പാനെ കെട്ടിപ്പിടിക്കും, ഉപ്പാക്ക് ചുംബനം കൊടുക്കും. എന്നിട്ട് ഉപ്പാന്റെ അടുത്ത് ഫാത്തിമ ഇരിക്കുന്ന അടുക്കളയിൽ ഉപ്പാനെ കൊണ്ടുവന്നിരുത്തും. അങ്ങനെയാണ് ആ ബന്ധം, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കൺകുളിർമ എന്ന്. ലോകത്തേതെങ്കിലും ഒരു ബാപ്പ, രണ്ടാമതൊരു ബാപ്പാനെ ഞാൻ കണ്ടില്ല. ലോകത്തേതെങ്കിലും ഒരു ബാപ്പ തന്റെ പ്രിയപ്പെട്ട മകളുടെ പുഞ്ചിരി കണ്ടു മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാപ്പാന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ബാപ്പയെ നമ്മൾ കണ്ടുള്ളൂ. മോളുടെ പുഞ്ചിരി കണ്ടിട്ടാണ് ആ ബാപ്പ മരിച്ചത്. ആ ബാപ്പ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. നോക്കൂ, 7 മക്കളെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തു. നമ്മളിൽ എത്ര പേർക്ക് അറിയാം, അതെന്ന് വേറെ വിഷയം. ആ 7 മക്കളിൽ 4 പെൺമക്കളും 3 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ 3 ആൺകുട്ടികൾ നമ്മൾ ചരിത്രത്തിൽ എവിടെയും കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ 7 മക്കളിൽ 6 മക്കളെയും ജീവിതകാലത്ത് തന്നെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി. അള്ളാഹു കൊടുത്ത വലിയ പരീക്ഷണമാണ്. അതും കൂടെ ഞാനിവിടെ പറയാണ്. നമ്മുടെ കുടുംബത്തിൽ ആകസ്മിക മരണങ്ങൾ വരുമ്പോ ചിലർ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നോട് എന്തിനാ റബ്ബ് ഇത് ചെയ്തത്, എന്നാ പിന്നെ എന്നെയും കൂടെ അങ്ങ് കൂട്ടിക്കോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നോക്കൂ, 7 മക്കളെ കൊടുത്തിട്ട് 6 മക്കളും മരിച്ചുപോയി പ്രവാചകരുടെ. ആദ്യം മരിക്കുന്നത് ഖാസിം എന്ന് പറയുന്ന മോനാണ്. ഖാസിം മരിക്കുന്നത് 2 വയസ്സിലാണ്. മക്കത്ത് വെച്ചുകൊണ്ട് ആ ഉപ്പാന്റെ പൊന്നുമോനങ്ങ് മരിച്ചുപോയി, 2 വയസ്സുള്ള മോന്. പിന്നെ മക്കത്ത് വെച്ചുകൊണ്ട് തന്നെ വേറൊരു മരണം നടന്നു. രണ്ടാമത്തെ മോൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു. ആ മോനും മക്കത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി. 2 മക്കൾ മരിച്ചപ്പോ ഒരു ബാപ്പാന്റെ 2 മക്കൾ മരിച്ച ഒരു ബാപ്പയോട് കാണിക്കേണ്ട മര്യാദ മക്കത്തെ ഖുറൈശികൾ കാണിച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ അവരാക്ഷേപിച്ച് വിളിച്ച പേരാണ് അബ്തർ. അബ്തർ എന്ന്, അബ്തർ എന്ന പദത്തിനർത്ഥം കുലം മുടിഞ്ഞവൻ, വാലറ്റവൻ എന്നൊക്കെയാണ് അതിനർത്ഥം. അങ്ങനെ വിളിച്ചു കളിയാക്കി. ആ സമയത്താണ് അള്ളാഹു അവിടുത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇറങ്ങിയത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബിയേ, തങ്ങൾക്ക് നാം കൗസർ തന്നില്ലേ? തങ്ങളുടെ മക്കളെ ഞാൻ പിടിച്ചിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളുടെ കുടുംബം കുളം തോണ്ടി എന്ന് പറഞ്ഞവരില്ലേ നബിയെ, അവരുടെ കുടുംബമായിരിക്കും കുളം തോണ്ടുക. തങ്ങളുടെ മക്കളെ കൊണ്ട് ലോകം സന്തോഷിക്കുമെന്ന് അന്ന് അല്ലാഹു പറഞ്ഞു. ഇന്ന് നമ്മുടെ മജ്ലിസിനെയും സന്തോഷിപ്പിക്കാൻ അവിടുത്തെ ഒരു പേരക്കുട്ടി വന്നപ്പോ നമ്മൾ അഭിമാനം കൊണ്ടു, അൽഹംദുലില്ലാഹ്. അപ്പൊ 2 മക്കൾ മക്കത്ത് വെച്ച് മരിച്ചു. ഇനി നോക്കൂ, മദീനത്തെത്തി. നമ്മളൊക്കെ പൊതുരംഗത്തുള്ള ആളുകളാണ്. ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് ഇന്ന് വളരെ കുറവാണ്. സ്ഥാനമാനങ്ങൾ എല്ലാവർക്കും വേണം, പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം. പക്ഷെ അത് ഏറ്റെടുത്തു പോയതിനു ശേഷം പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ വട്ടപൂജ്യമാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകരുടെ പ്രിയപ്പെട്ട മകൾ ബീവി റുഖിയ, ഹിജ്റയുടെ 2ാം കൊല്ലമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദറിലേക്ക് നബിയും സഹാബത്തും പോകുന്ന സമയത്ത് റുഖിയയുടെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹിന്റെ പുതിയാപ്പിളയാണ്. റുഖിയയുടെ ഭർത്താവായ ഉസ്മാൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ റുഖിയക്ക് സുഖമില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഒരു വില കൂടെ നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായി അതുകൂടെ ഞാൻ പറയാണ്. ഭർത്താവിനൊന്ന് പനിച്ചാൽ ഗുളിക പൊളിച്ചു കൊടുക്കാൻ ഭാര്യ വേണം. ഒത്ത ചൂടിൽ വെള്ളം കൊണ്ടു കൊടുക്കാൻ ഭാര്യ വേണം. അതൊന്ന് വായിലിട്ട് കൊടുക്കാൻ ഭാര്യ വേണം. ബെഡിൽ മടക്കി വെച്ച പുറപ്പിട്ട് കൊടുക്കാൻ ഭാര്യ വേണം. തലയാണി ശരിയാക്കി കൊടുക്കാൻ ഭാര്യ വേണം.
എന്നാൽ ഇതേ ഭാര്യക്കൊരസുഖം വന്നാൽ പേഴ്സിൽ നിന്ന് ഒരു 500 റുപ്യ എടുത്തു കൊടുത്തിട്ട് നീ അവിടെ പോയിട്ട് ആ ഡോക്ടറെ കാണിച്ച് കഞ്ഞിയും കുടിച്ച് അവിടെ കിടന്നോ എന്നും പറഞ്ഞ് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്ത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ട് കൊടുക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, എൻ്റെ റുഖിയക്ക് സുഖമില്ല നബിയെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എൻ്റെ മോളാണ് ആ റുഖിയ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ്. രോഗവിവരങ്ങൾ അന്വേഷിച്ചു. രോഗവിവരം അന്വേഷിച്ചപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇത് സാധാരണ രോഗമല്ല, എൻ്റെ മോൾക്ക് വന്നത് മൗത്ത് വേദനയാണ്. എൻ്റെ കുട്ടി ഇപ്പൊ പോകുമെന്ന് ആ ബാപ്പാക്ക് മനസ്സിലായി. ഞാനില്ല എന്ന് ആ ബാപ്പ പറഞ്ഞോ ബദറിലേക്ക്? പറഞ്ഞില്ല. മകൾ റുഖിയ്യത്ത് മോയിൻകുട്ടി വൈദ്യർ തന്റെ ബദർ കാവ്യത്തിൽ ആ രംഗം എഴുതി. ബീവിക്കന്നാദീനമാമേ മികത്ത് ഭാരിത്ത മൂലം ദിന്നൂറൈനിയോരാ പാർപ്പിത്തു മിന്നാമനൈ തന്നിൽ ചേരാ. അള്ളാഹുവിന്റെ പ്രവാചകർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞു, ഉസ്മാനെ നീ നിന്റെ ഭാര്യയെ പരിചരിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്ക്. നിന്റെ ഭാര്യയെ ശുശ്രൂഷിച്ചാൽ ബദരീങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലവും നിനക്ക് ഞാൻ ഓഫർ ചെയ്യാം. ബദറിൽ മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിക്കുമ്പോ മദീനത്തെ ജന്നത്തുൽ ബഖീൽ ഒരു ഖബർ കുഴിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ 3ാമത്തെ കുട്ടി റുഖിയ മോൾക്കുള്ള ഖബറാണ്. 3ാമത്തെ കുട്ടിയും മരിച്ചു. പിന്നെ ഹിജ്റയുടെ 7ാം കൊല്ലം വീണ്ടും മരണം നടക്കുന്നു. സൈനബ മോളുടെ മരണം. സൈനബ മോള് മരിക്കുമ്പോ 29 വയസ്സ്, റുഖിയ മോള് മരിക്കുമ്പോ 21 വയസ്സ്. റസൂലുള്ളാഹിന്റെ ജീവിതം നിങ്ങളൊന്ന് പഠിക്ക്. ആ നേതാവിന്റെ പേരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. 29 വയസ്സിൽ റുഖിയ മോളും പോയി. പിന്നെ നോക്കൂ, ഹിജ്റയുടെ 9ാം കൊല്ലമായപ്പോ 2 മക്കൾ മരിച്ചു 1 കൊല്ലം. ആരൊക്കെയാ മരിച്ചത്? ഒന്ന് ഉമ്മു കുൽസൂം മരിച്ചു. റുഖിയ മോള് വഫാത്തായപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 2ാമതൊരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ മോളാണ് ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം മരിക്കുമ്പോ വയസ്സ് 27. അതേ കൊല്ലം തന്നെ വേറൊരു മോനുണ്ടായിരുന്നു, ഇബ്രാഹിം എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിട്ട മോനാണ്. ആ മോന്റെ മരണം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അന്ന് അറബികൾ സഹോദരിമാർക്ക് മുല കൊടുക്കാൻ വേണ്ടി കുഞ്ഞുമക്കളെ ഏൽപ്പിക്കുന്ന ഒരു തൊഴിലുണ്ട്. ഈ കുട്ടിയെ പാല് കൊടുക്കാൻ ഏൽപ്പിച്ച പെണ്ണിന്റെ അടുത്ത് നിന്ന് വിവരം വന്നു, അള്ളാഹുവിന്റെ റസൂലിന് കുട്ടിക്ക് തീരെ സുഖമില്ലെന്ന്. കാണാൻ വേണ്ടി ചെന്നു, മടിയിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ആ കുഞ്ഞിനെ ചുംബനം കൊടുത്തു, പാല് കൊടുക്കാൻ വേണ്ടി തിരിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, കുട്ടിക്ക് തീരെ വയ്യെന്ന്. ഈ ബാപ്പാക്കറിയാം ഇത് മരണവേദനയാണെന്ന്. അവസാനം ആ മോനെ മടിയിൽ കൊണ്ടുപോയി വെച്ചപ്പോ അവിടുത്തെ 2 കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായി ഒഴുകി. അള്ളാഹു തന്ന 7 മക്കളിൽ 6ാമത്തെ കുഞ്ഞും വിട പറയുന്ന ഒരു ബാപ്പാന്റെ ദുഃഖം. കണ്ണെന്ന് വെള്ളമൊഴുകിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സഹാബി പിറകിൽ നിന്ന് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങൾ നിയന്ത്രണം വിട്ടാൽ പിന്നെ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുണ്ട് നബിയെ? തങ്ങൾ തളരരുത്, തങ്ങൾ കരയരുത് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നഹാ റഹ്മത്തുൻ, ഈ ഒഴുകുന്ന വെള്ളമാണ് കരുണ. ഒരു ബാപ്പാക്ക് മക്കളോട് തോന്നുന്ന കരുണയാണ് ഈ കരുണ. ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബ യഹ്സുനു വലാ നഖൂലു ഇല്ലാ മാ നുർദി റബ്ബന. കണ്ണെന്ന് വെള്ളമൊഴുകട്ടെ അബ്ദുറഹ്മാനെ, ഹൃദയം വേദനിക്കട്ടെ അബ്ദുറഹ്മാനെ. എൻ്റെ റബ്ബിന് പൊരുത്തമില്ലാത്ത ഒരു വാക്ക് എൻ്റെ നാവിന് വരൂല, നമ്മൾ പറയൂല. അവസാനം ആ മോൻ കണ്ണടക്കുമ്പോ ആ മോന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആ ബാപ്പ പറഞ്ഞു, മോനെ ഇബ്രാഹിമേ, നീ പോകുമ്പോ ഞങ്ങൾ വലിയ ദുഃഖത്തിലാണടാ എന്ന് പറഞ്ഞിട്ടാണ് ആ മോനെ യാത്രയാക്കിയത്. 7 മക്കളിൽ ആകെ ബാക്കിയുള്ളത് ബീവി ഫാത്തിമയാണ്. എന്തിനാണ് ഫാത്തിമ ബാക്കിയായത്? ഫാത്തിമ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ലോകത്തിൽ ഒരു മോള് മാത്രം വിളിക്കപ്പെട്ട ഒരു പേര്. ആ പേര് ഉമ്മു അബീഹ എന്നാണ്. ബാപ്പാന്റെ ഉമ്മ. ബാപ്പാന്റെ ഉമ്മ. ബാപ്പാന്റെ ഉമ്മയാവാൻ ഒരു മോൾക്ക് കഴിയില്ല. പിന്നെയോ ഖദീജ ബീവി പോയി, എൻ്റെ ഉപ്പാക്ക് ആരുമില്ല, എൻ്റെ ഉപ്പാക്ക് ഞാൻ ഉണ്ടാവണം എന്ന് ഫാത്തിമ ആഗ്രഹിച്ചു. ഫാത്തിമ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഉപ്പയും ആഗ്രഹിച്ചു. അതുകൊണ്ട് അള്ളാഹു ഫാത്തിമ മോളെ ബാക്കിയാക്കി. ആ മോൾ അവസാനം മരണശയ്യയിൽ ഉപ്പാന്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് ഫാത്തിമ ബീവി വല്ലാതെ സങ്കടപ്പെട്ടു പോയത്. ആ ഉപ്പാന്റെ വേദന കണ്ടിട്ട് ബീവി ഫാത്തിമ പറഞ്ഞു, യാ അബത്താ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വിഷമമാണ്. എൻ്റെ ഉപ്പാക്ക് എന്തൊരു വിഷമം. ആ സമയത്താണ് പറഞ്ഞത്, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു വിഷമമില്ല മോളെ. എന്നിട്ട് മോളോട് പറഞ്ഞു, മോളക്കാട് ഉപ്പാന്റെ ചുണ്ടിലേക്കൊന്ന് ചേർത്ത് വെക്കടി. എന്നിട്ട് ആ ബാപ്പ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കേട്ട് ഫാത്തിമ മോള് വല്ലാതെ കരഞ്ഞു.
രണ്ടാമത് വീണ്ടും കരച്ചിലൊന്നടങ്ങിയപ്പോ വീണ്ടും വിളിച്ചു, മോളെ നിന്റെ ചെവി ഉപ്പാന്റെ ചുണ്ടിലേക്കൊന്ന് ചേർത്ത് വെക്കടി. രണ്ടാമത് ചേർത്ത് വെച്ചപ്പോൾ ആ ഉപ്പ ഒരു സ്വകാര്യം പറഞ്ഞു. കാർമേഘത്തിനിടയിൽ തെളിഞ്ഞു വരുന്ന അമ്പിളി മാമനെ പോലെ കണ്ണുനീർ ചാലുകൾക്കിടയിൽ ബീവി ഫാത്തിമ പുഞ്ചിരിച്ചു. വഫാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവി ചോദിച്ചു, അല്ല ഫാത്തിമ കുട്ടി, നീ ആദ്യത്തെ സ്വകാര്യം കേട്ടിട്ട് നീ കരഞ്ഞു, രണ്ടാമത്തെ സ്വകാര്യം കേട്ടിട്ട് നീ ചിരിച്ചു, ഇതിന്റെ രഹസ്യം ഇനിയെങ്കിലും വെളിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ബീവി ഫാത്തിമ പറഞ്ഞു, ആദ്യം എന്നോട് പറഞ്ഞ രഹസ്യം മോളെ ഫാത്തിമ, ഇത് ഉപ്പാന്റെ മൗത്ത് വേദനയാടി, ഈ രോഗത്തിൽ നിന്റെ ഉപ്പച്ചി അങ്ങ് പോകുമെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. രണ്ടാമത് എന്നോട് പറഞ്ഞ സ്വകാര്യം മോളെ ഫാത്തിമ, ഇനി ഈ കുടുംബത്തിൽ ആദ്യം നടക്കുന്ന മരണം എൻ്റെ പൊന്നുമോള് ഫാത്തിമാന്റെ മരണമാണ്. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ഫാത്തിമ പൊട്ടിക്കരയണമായിരുന്നു. എൻ്റെ മക്കളെ യതീമായി പോവും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്ന് ചിന്തിക്കണമായിരുന്നു. പക്ഷെ ആ മോള് ചിന്തിച്ചത്, എൻ്റെ ബാപ്പാന്റെ അടുത്തേക്ക് എനിക്ക് വേഗം പോവാലോ. അത് കണ്ടിട്ടാണ് ഫാത്തിമ ചിരിച്ചത്. അതാണ് ഉമ്മയും ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം. ബാപ്പാന്റെ കൂടെ ഉണ്ടാവണം, ബാപ്പാന്റെ കൂടെ ജീവിക്കണം, ബാപ്പാന്റെ അടുത്തിരിക്കണം എന്ന് മക്കൾക്ക് തോന്നണമെങ്കിൽ ആ സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായും ഇങ്ങോട്ടും കിട്ടും. ഇനി ഞാൻ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഉമ്മാനെയും ബാപ്പാനെയും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മാന്റെ കഴുത്തിൽ കത്തിവെച്ച മകൻ പറഞ്ഞത്, ജന്മം തന്നതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തു എന്നാണ്. ജന്മം തന്നതിനുള്ള ശിക്ഷ. ആ ജന്മം തന്ന ഒരു പീരിയഡിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കേൾക്കണോ എൻ്റെ പൊന്നുമക്കൾക്ക്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉമ്മയുടെ ഗർഭകാലത്തെ കുറിച്ച് പറഞ്ഞത്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. നിസാര സമയം കൊണ്ട് ഒരു കത്തി ഉമ്മാന്റെ കഴുത്തിൽ കുത്തിയിറക്കിയിട്ട് ജന്മം തന്നതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തു എന്ന് പറയുന്ന മോന് ജീവിതത്തിൽ എന്നെങ്കിലും പ്രസവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അവൻ അള്ളാഹു ഒരു ഗർഭപാത്രം കൊടുത്തിരുന്നുവെങ്കിൽ അവന്റെ നാവിൽ നിന്ന് ആ വാക്ക് വരുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു ഗർഭകാലം എന്ന് പറയുന്നത് എനിക്ക് ഗർഭം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കതറിയില്ല. പ്രസവിച്ചവരാണ് ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും. അവരോട് എപ്പോഴെങ്കിലും ചോദിക്കണം. ഇന്ന് രാത്രി ചുക്കിച്ചുളിഞ്ഞ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഈ ഇരിക്കുന്ന മക്കളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ എന്നെ പ്രസവിച്ച ദിവസം ഉമ്മാക്ക് ഓർമ്മയുണ്ടോന്ന്. ഉമ്മാക്കത് എവിടെയും എഴുതി വെക്കണ്ട. എൻ്റെ ഉമ്മ എന്നോട് പറയും, റബീഉൽ ആഖിർ മാസം 4-ാം തീയതി ഞായറാഴ്ച ഇന്ന സമയത്താണ് എൻ്റെ കുട്ടീനെ ഞാൻ പ്രസവിച്ചത് എന്ന്. കാരണം അതിൻ്റെ വേദന ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് ഇന്നും മാറിയിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണങ്ങളുടെ മേൽ ക്ഷീണമാണ്. ഉമ്മാക്ക് ആദ്യം തോന്നി ഭക്ഷണമൊന്നും വേണ്ടെന്ന്. ഭർത്താവ് നിർബന്ധിച്ചപ്പോ പറഞ്ഞു, ഇന്ന മത്സ്യം കിട്ടിയാ ഞാൻ കുറച്ച് കഴിച്ചു നോക്കാമെന്ന്. ഭർത്താവ് എവിടെയോ പോയിട്ട് ആ പറഞ്ഞ മീനും വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിന്റെ പടിക്കലെത്തിയപ്പോ തന്നെ ഭാര്യ ടോയ്ലറ്റിലേക്ക് ഓടി ഛർദ്ദിച്ചു. എനിക്കതിന്റെ വാസന പറ്റണില്ലല്ലോ, അത് വേണ്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ കുറച്ച് മാംസമാവാമെന്ന് കരുതി. അതിന്റെ വാസനയും പറ്റിയില്ല. ഭർത്താവ് അടുത്ത് വരുമ്പോ ഭർത്താവ് പൂശിയ പെർഫ്യൂമിന്റെ വാസന പറ്റുന്നില്ല. ഭർത്താവിന്റെ അടുത്ത് കിടക്കാൻ കഴിയുന്നില്ല. മനം വിരട്ടലും ഛർദിയും വന്നു. അതേപോലെ വയറ് സ്തംഭനം വന്നു. പ്രസവത്തോടടുത്തപ്പോൾ മൂത്രം പിടിച്ചിട്ട് നിൽക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക്. ഇതോരോ സഹോദരിമാരും അനുഭവിച്ച ദുഃഖങ്ങളാണ്. അങ്ങനെ ദുഃഖങ്ങൾ അനുഭവിച്ചു. വയറ് സ്തംഭിച്ചു, വയറ്റിന്ന് പുറത്തു പോകുന്നില്ല, മൂത്രം പിടിച്ചിട്ട് കിട്ടുന്നില്ല, വയറിന്റെ ഭാരം താങ്ങാൻ കഴിയുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. ഒന്ന് മലർന്നു കിടക്കണമെന്ന് തോന്നി, പക്ഷെ മലർന്നു കിടക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, മറിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല. ഈ 9 മാസത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഒരു മകന് ജന്മം തന്നതിൻ്റെ ശിക്ഷ ഞാൻ കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല കൂട്ടരെ. അത് പറയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞത് അവന് ജന്മത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു, വഫിസാലുഹു ഫീ ആമൈൻ, ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് ചുരത്തുന്ന മുലപ്പാലിന്റെ 1 ഔൺസ് മുലപ്പാലിന്റെ പോഷക ഗുണമുള്ള ഒരു ഭക്ഷണം ലോകത്തെ ഏതെങ്കിലും ഒരു കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ചുണയുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ ആർക്ക് കഴിയും? കാൽച്ചുവട്ടിലേക്ക്, ഒരു ഉമ്മാന്റെ കാൽച്ചുവട്ടിലേക്ക് ഒരു കുഞ്ഞ് വീഴുമ്പോ ഉമ്മാന്റെ മാറിടം വിളിച്ചു പറയുന്നുണ്ട്, ആ മോനെ ഒന്നിങ്ങോട്ട് ചേർത്ത് വെക്ക്. അതാണ് മുലപ്പാൽ. ആ മുലപ്പാലിന് ഇസ്ലാമിലുള്ള വില ലോകത്തെവിടെയുമില്ല. എന്താണ് ആ മുലപ്പാലിന്റെ വില എന്നറിയോ? ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണ്ട, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കണ്ട. മുലപ്പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഒരു മാറിടത്തിൽ നിന്ന് നിശ്ചിത അളവിൽ പാല് പോയാൽ ആ കുഞ്ഞും ഈ പെണ്ണും തമ്മിൽ ഉമ്മയും മക്കളുമാണ്. അതാണ് മുലകുടി ബന്ധം എന്ന് പറയുന്നത്. അത്രയും പോരിശയാണ് മുലപ്പാലിന്.
ആ മുലപ്പാൽ ഉമ്മ തന്നത് 2 കൊല്ലമാണ്. 2 കൊല്ലം മുലപ്പാൽ തന്നു ആ പ്രിയപ്പെട്ട മാതാവ്. ആ മാതാവിന്റെ മടിത്തട്ടായിരുന്നു നിന്റെ ടോയ്ലറ്റ്. മക്കൾക്കറിയോ? ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന കാലത്ത് മുഴുവനും നിനക്ക് ഭക്ഷണം തന്നത് ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് ഊറ്റി കുടിച്ചിട്ടാണ്. ആ ഒരടയാളം ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാതെ നിന്റെ പൊക്കിളായിട്ട് ഇന്നും നിലനിൽക്കുന്നില്ലേ? ഉമ്മയെ മുറിച്ചു മാറ്റാൻ ആർക്ക് കഴിയും? നിന്റെ പൊക്കിളിലേക്ക് എന്നെങ്കിലും നീ ഭാര്യ ഉണ്ടാക്കി തന്ന ചിക്കൻ ബിരിയാണി തിന്നിട്ട് ക്ഷേമമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വയറ് തടവുമ്പോ അറിയാതെ നിന്റെ പൊക്കിളൊന്ന് തൊടുമ്പോ നിനക്ക് ഓർമ്മ വരണം, ഇത് ഉമ്മാന്റെ അടയാളമാണ്. ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് ഒരു കുഴലുണ്ടായിരുന്നു. ആ കുഴൽ മുറിച്ചത്, ആ കുഴലിന്റെ ആവശ്യമിനി ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മുറിച്ചത്. അതുവരെയും ഉമ്മാനെ ഊറ്റിക്കുടിച്ചവരാണ് നമ്മൾ. എന്നിട്ട് ജന്മം തന്നതിന്റെ ശിക്ഷ കൊടുത്തുവല്ലേ? എങ്ങനെ പറയാൻ കഴിഞ്ഞു ഒരു മനുഷ്യന്? എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു നമ്മൾക്ക്? 2 കൊല്ലം മുലപ്പാല് തന്നു. പരിശുദ്ധ റമളാൻ മാസത്തിൽ വെള്ളലശ്ശേരിയിലെ ഒരു ഉമ്മ അസർ ബാങ്ക് കൊടുത്തപ്പോഴാണ് ഉമ്മ ഓടിച്ചെന്ന് ഒളിവെടുത്തു നിസ്കാരത്തിന് വേണ്ടി വന്നത്. അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. പത്തിരിക്ക് കുഴച്ചു വെച്ചിട്ടുണ്ട്, മാംസം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭർത്താവിനെല്ലാം സമയത്തിന് കിട്ടണം. അങ്ങനെ ഓടി വന്ന് നിസ്കാരക്കുപ്പായം എടുത്തിട്ടപ്പോഴാണ് തൊട്ടിലിൽ നിന്ന് നിസാറെ നീ എന്ന് കരഞ്ഞത്. ഉമ്മ വിചാരിച്ചു എൻ്റെ കുട്ടി കരയുമ്പോ എങ്ങനെ നിസ്കരിക്കും? ഓടിച്ചെന്ന് ഉമ്മ നിന്നെ വാരിയെടുത്ത ഒരു ദിവസം നിനക്കോർമ്മയില്ലെങ്കിലും ഉമ്മാക്ക് ഓർമ്മയുണ്ട്. ഉമ്മ അന്ന് നിന്നെ തോളിൽ തട്ടിയിട്ട് മനോഹരമായി പാട്ടുപാടിയപ്പോ നീ അതിന് സമ്മാനം കൊടുത്തത് ഉമ്മാന്റെ മാറിടത്തിലൂടെ മൂത്രിച്ചിട്ടായിരുന്നു. അന്ന് ഉമ്മ നിന്നെ നുള്ളിയിട്ടില്ല. എടാ ചേ എന്നൊരു വാക്കുമ്മ പറഞ്ഞില്ല. എൻ്റെ പൊന്നുമോന് മൂത്രിച്ച് തീരുന്നത് വരെ ഒഴിക്കട്ടെ. നിസ്കാരക്കുപ്പായം അലക്കി ശരീരം കഴുകി കുളിച്ചു വന്നിട്ടാണ് അന്ന് അമ്മ അസർ നിസ്കരിച്ചത്. ആ ഉമ്മാക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്ന മക്കളില്ലേ ഇന്ന്? ഡയപ്പർ കെട്ടിക്കൊടുക്കുന്ന മക്കളില്ലേ ഇന്ന്? ഈ അടുത്തൊരു സ്വാലിഹായ ഒരു മനുഷ്യൻ രോഗിയായി കിടന്നു. ആ ബാപ്പാനെ കാണാൻ ചെന്നപ്പോ അയാളുടെ ടേബിളിൽ നിറയെ മരുന്നുകൾ വെച്ചിട്ടുണ്ട്. അയാൾക്ക് കുടിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ആ ബാപ്പ എന്നെ കണ്ടപ്പോ നിർത്താതെ കരഞ്ഞു. ഞാൻ ചോദിച്ചു, ബാപ്പ എന്തിനാ കരയണത്? എല്ലാം തികഞ്ഞ മക്കളില്ലേ നിങ്ങൾക്ക്? ആ ബാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും പാർത്തു നോക്കി. എൻ്റെ മക്കൾ കാണുന്നുണ്ടോ? ഇല്ല എന്ന് ഉറപ്പായപ്പോ എന്നോട് പതുക്കെ സ്വകാര്യം പറഞ്ഞു, സാറേ എനിക്ക് നിസ്കരിക്കണമായിരുന്നു. ഒരു ബാപ്പ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് നിസ്കരിക്കാൻ തടസ്സം? രാവിലെ ഒരു ഡയപ്പർ കെട്ടിത്തരും, രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മകൻ അതഴിച്ചു മാറ്റിയിട്ട് ഒന്ന് തുടച്ചിട്ട് വീണ്ടും ഒരു ഡയപ്പർ കെട്ടിത്തരും. ഞാൻ കാഷ്ടിക്കുന്നത് കിടന്നെടുത്താണ്, ഞാൻ മൂത്രിക്കുന്നത് കിടന്നെടുത്താണ്. എൻ്റെ മക്കൾക്ക് അതൊന്നും തൊടുന്നതും കാണുന്നതും വെറുപ്പാണ്. ഈ ഒരു ഉമ്മാനെയും ബാപ്പാനെയും മറന്നു പോകുന്നിടത്ത് ഞാൻ എന്ത് ബന്ധങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങൾ എന്നറ്റുപോയോ? വീട്ടിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് കട്ട് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇയാസ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ച അന്ന് വല്ലാതെ കരഞ്ഞപ്പോ സദസ്സ് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പലരും വന്നു. എല്ലാവർക്കും മരിക്കണ്ടേ ഇയാസേ? നിന്റെ ഉമ്മയും മരിച്ചു, ശരിയാണ്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ നിങ്ങള്? ഞാൻ എൻ്റെ ഉമ്മയുടെ ഭൗതിക ശരീരത്തെ കുറിച്ച് ഓർത്തിട്ടല്ല കരഞ്ഞത്, മറിച്ച് ഞാൻ കരഞ്ഞത് കാനലി ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സ്വർഗത്തിലേക്ക് നേരെ തുറക്കപ്പെട്ട 2 വാതിലുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വാതിൽ നടഞ്ഞുപോയി, എൻ്റെ ഉമ്മ പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ വീട്ടിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വാതിൽ ക്ലോസ് ചെയ്തു പോയി എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മാനോട് മിണ്ടാതെ നടക്കുന്ന മക്കളില്ലേ? ബാപ്പയെ അവോയ്ഡ് ചെയ്യുന്ന മക്കളില്ലേ? ഇന്ന് പല വീട്ടിലും ബാപ്പ വേലക്കാരനല്ലേ? വൈകുന്നേരം വെള്ളലശ്ശേരിയിലെ ചായ മക്കാനിയിലെ ബെഞ്ചിൽ തൻ്റെ കൂട്ടുകാരൊന്ന് വന്നിരിക്കുമ്പോ, എനിക്കൊരു ചായ കുടിക്കുമ്പോ എൻ്റെ കൂടെ നടന്ന അബ്ദുറഹ്മാൻ ഞാനൊരു ചായക്ക് പറയണ്ടേ? ആ ബാപ്പ ഒരു 100 രൂപയ്ക്ക് ചോദിച്ചാൽ എന്തിനാ ചായക്ക് 100, 50 മതി എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്ന ഈ മോൻ പാർക്കുന്ന വീട് ആ ബാപ്പാന്റെ വിയർപ്പാണെന്ന് ഈ മക്കൾ ആലോചിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബന്ധങ്ങൾ അറ്റുപോയാൽ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് അടക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാനൊരു അധിക പ്രസംഗിയാവാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകൾ ക്രോഡീകരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും, അല്ലേ? വെറുപ്പിന്റെ കുപ്പായം അഴിച്ചു വെക്കുക,
നേരത്തെ മഹാനായ തങ്ങൾ പറഞ്ഞത് അതാണ്. വെറുപ്പിന്റെ കുപ്പായം അഴിച്ചു വെക്കുക, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ കഴിയാം. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ തുറന്നു വെക്കേണ്ടത് കൽബാണ്. തുറന്ന ഹൃദയവുമായിട്ട് ജീവിക്കാൻ കഴിയണം. മഹാന്മാരായ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യം എല്ലാവരും കാത്തു സൂക്ഷിക്കുക. വെറുപ്പിന്റെ കുപ്പായം അഴിച്ചു വെക്കുക. ഒരു നാൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. സഹാബത്ത് പറയുന്നു, കുന്നാ ജുലൂസൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ അവിടെ നിന്ന് ഒരൊറ്റ പ്രഖ്യാപനം, ലാ യുജാലിസുനാ ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ ഈ മജ്ലിസിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ അടക്കം ചിലപ്പോൾ ഈ സദസ്സിൽ ഇറങ്ങിപ്പോണ്ടി വരൂലേ. അവനോട് മിണ്ടൂല, ഇവനെ കണ്ടാൽ മിണ്ടൂല, സലാം പറഞ്ഞാ മടക്കൂല, ആ പടി ചവിട്ടൂല, എൻ്റെ മയ്യത്ത് കാണിക്കണ്ട. ആരോടൊക്കെ വൈരാഗ്യം അല്ലേ? ബാപ്പ ഉണ്ടാക്കി വെച്ച മുതൽ മക്കൾ ഓഹരി വെച്ചു. ഒരു തെങ്ങിന്റെ സ്ഥലത്തിന്റെ പേരിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പടവെട്ടി. അത് ലോക്കൽ കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലെത്തി, അവിടെ നിന്ന് ഹൈക്കോടതിയിലെത്തി. വക്കീൽ ഏതോ അന്യനായ വക്കീലിന് ലക്ഷങ്ങൾ കൊടുത്തു. ആ ലക്ഷങ്ങൾ വിലയില്ലാത്ത ഒരു സെന്റ് ഭൂമി അനുജനങ്ങ് കൊടുത്താൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷേ വാശി കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു തരി ഞാൻ കൊടുക്കൂല, ഒരു തരി ഞാൻ വിട്ടുകൊടുക്കൂല. അയൽവക്കത്തെ കിഡ്നി രോഗിക്ക് അവന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ കടന്നു വരണമെങ്കിൽ എൻ്റെ അതിരിന്റെ കല്ലൊന്ന് പറിച്ചിട്ട് ഒരു 5 സെന്റിമീറ്റർ ഇപ്പുറത്ത് വെച്ചാൽ എനിക്കൊരു നഷ്ടവും വരാനില്ല. ഞാൻ പറഞ്ഞു, സമ്മതിക്കൂല. ഇങ്ങോട്ട് റോഡ് വരാൻ ഞാൻ അനുവദിക്കൂല. എൻ്റെ പറമ്പിൽ നിന്ന് ഒരു തരി തൊടാൻ ഞാൻ അനുവദിക്കൂല. ആരാടോ ഇത് കൊണ്ടുപോയത്? ഈ ഭൂമിക്ക് വയസ്സെത്രയാ ഇന്നേ വരെ ആരും പറഞ്ഞില്ല. പക്ഷെ നിനക്ക് വയസ്സ് 55. നിന്റെ ആയുസ് ഒരു 5 കൊല്ലത്തിൽ എവിടെയോ അവസാനിച്ചു പോവാം. അപ്പോഴും ഈ ഭൂമി ഭൂമിയായിട്ട് തന്നെ ഇവിടെയുണ്ട്. നീ പറഞ്ഞു എൻ്റെ ഭൂമി എന്ന്. നിന്റെ ആധാരത്തിന്റെ മേലെ നിന്റെ ഫോട്ടോ പതിച്ച മുദ്ര പേപ്പറിന്റെ മേലെ ഒരു പേപ്പർ വന്നാൽ നിന്റെ ആധാരം അടിയാധാരമായി മാറും. അത്ര വരെ നിനക്കിതിന് അവകാശമുള്ളൂ. എന്ത് യോഗ്യതയാണ് നിനക്കിതിനുള്ളത്? അതുകൊണ്ട് ഈ വെറുപ്പ് അവസാനിപ്പിക്കുക. ഈ അഹങ്കാരം നമ്മളെല്ലാവരും അവസാനിപ്പിക്കുക. ശത്രുക്കളോട് പോലും വെറുപ്പില്ലാത്തവരാണ് മഹാന്മാർ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഒരു സംഭവം പറയാം ഞാൻ. മഹാനവർകൾ സൂക്കിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി, അങ്ങാടിയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി. മഹാനവർകളുടെ തലേക്കെട്ടിന്റെ കെട്ടിൽ ഒരു ഭാഗത്ത് കാശി വെച്ചിട്ടായിരുന്നു മഹാനവർകൾ പോയത്. സൂക്കിൽ ഭയങ്കര തിരക്കാണ്. മഹാനവർകൾ തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ച് തൻ്റെ തലപ്പാവ് നിലത്തഴിച്ചു വെച്ച് അവിടെ ഇരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞപ്പോ കടക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത് എന്ന് ചോദിച്ചു. സാധനങ്ങൾ പറഞ്ഞു കൊടുത്തു. കെട്ടിക്കൊടുത്തപ്പോൾ കാശ് പരിശോധിച്ച് നോക്കുമ്പോ തലേക്കെട്ടിന്റെ തലയിലില്ല. മഹാനവർകൾ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുമ്പോ വൈന്നഹാലമായി അതെന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആരാ എന്റെ കാശ് അടിച്ചു മാറ്റി കൊണ്ടുപോയത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന വന്യവയോധികനായ സഹാബിയെ പോക്കറ്റടിച്ചവരെ ജനങ്ങൾ മുഴുവനും വെറുത്തു. വയഖൂലൂൻ, ചില ആളുകൾ പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ ഖതഇ യദസ്സാരിഖ്, ആ കള്ളന്റെ കൈ മുറിഞ്ഞു പോട്ടെ, അവന്റെ കൈ ഒടിഞ്ഞു പോകണം, അവന്റെ കൈ വെട്ടിക്കള പടച്ചോനെ എന്നൊക്കെ ചിലർ ദ്വാരുന്നപ്പോഴേക്ക് മഹാനവർകളുടെ രൂപം മാറി. മഹാനവർകൾ പറഞ്ഞു, ലാ തഖൂലു ഹകദാ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. എല്ലാവരും വിചാരിച്ചു അതിലും വലിയ എന്തോ ഒരു ദുആ മഹാൻ നടത്തുമെന്ന്. മഹാൻ പറഞ്ഞു, ഞാൻ ദ്വാരക്കാം, നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി. എന്താ മഹാനവർകളുടെ ദുആ? അല്ലാഹുമ്മ ഇൻ കാന ഹമലഹു ഹാജതൻ ഇലൈഹാ, പടച്ചോനെ എൻ്റെ ചെറിയ കാശാണ്, അതെടുത്ത മനുഷ്യൻ ഒരാവശ്യക്കാരനാണെങ്കിൽ, മക്കൾക്ക് മരുന്ന് വാങ്ങാൻ എടുത്തതാ, വീട്ടിൽ അരി വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ട് എടുത്തു പോയതാ, കഞ്ഞി കുടിക്കാൻ വകയില്ലാഞ്ഞിട്ട് എടുത്തു പോയതാണെങ്കിൽ റബ്ബേ അത് കുറച്ചേ ഉള്ളൂ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീഹാ, അതിൽ നീ ബർക്കത്ത് ചെയ്യ റബ്ബേ, അവന്റെ ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് നടക്കട്ടെ. ഇനിയോ വൈൻകാന ഹമലഹു ജറാഅത്തൻ അല ദംബ്, പോക്കറ്റടി തൊഴിലാക്കിയതാണ്, കരുതി കൂട്ടിയെടുത്തതാണ്, എന്നാ ഓന്റെ കൈമുറിയട്ടെ എന്നാണോ? ഫജ്അൽഹാ ആഖിറ ദംബി, അതവന്റെ ജീവിതത്തിൽ അവസാനത്തെ തെറ്റാക്കിയിട്ട് നീ അവനെ നന്നാക്കി കൊടുക്ക റബ്ബേ. ഇതാണ് ഒരു മുഅ്മിനിന്റെ കൽബ്. ഈ കൽബാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് വെറുപ്പൊഴിവാക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഈ മജ്ലിസിൽ കുടുംബ ബന്ധം മുറിച്ച ഒരുത്തൻ ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോഴേക്ക് സദസ്സിൽ നിന്ന് ഒരു സഹാബി എണീറ്റ് പോയി. ഒരിക്കലും അവിടെ നിന്ന് അത് സഹിച്ചില്ല. മഹാനവർകൾ നേരെ ഇറങ്ങിച്ചെന്നത് തൻ്റെ ഉമ്മാന്റെ അനുജത്തിന്റെ അടുത്തേക്കാണ്. ഉമ്മാന്റെ അനുജത്തി എന്ന് പറഞ്ഞ ആരാ? ഉമ്മയാണ്. ബാപ്പാന്റെ ജ്യേഷ്ഠൻ, ബാപ്പാന്റെ അനുജൻ എന്ന് പറഞ്ഞ ആരാ? ബാപ്പയാണ്. ഓടിച്ചെന്നിട്ട് എളാമാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസിൽ നിന്ന് എന്നോട് ഗെറ്റ് ഔട്ട് പറഞ്ഞു.
കള്ളുകുടിയൻ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചിട്ടില്ല. വ്യഭിചരിക്കാൻ സമ്മതം ചോദിച്ചു വന്നവനോട് അവിടെ നിന്ന് പറഞ്ഞത് ഉദ്നുമിന്നി, അടുത്തു വാ മോനെ എന്നാ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. കള്ളു കുടിച്ചിട്ട് ഒരു സഹാബി വന്നു. സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു ലിരിബോ, അവൻ അടിക്കെന്ന് പറഞ്ഞു, ഇനി അവൻ കുടിക്കരുത്. സഹാബത്ത് പറയുന്നു ചിലർ കുപ്പായം ഊരി അടിച്ചു, വേറെ ചില ആളുകൾ ചെരുപ്പൂരി അടിച്ചു. അപ്പോഴൊന്നും അവിടെ നിന്നൊന്നും പറഞ്ഞില്ല. കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു നിന്നെ അള്ളാഹു നശിപ്പിക്കട്ടെ, നീ തകർന്നു പോവട്ടെ. അത് പറഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് പറഞ്ഞു ലാ തഖൂലു ഹകദാ, കള്ളുകുടിയനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവനെ നിങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കരുത്. അതാണ് പരിശുദ്ധ ദീൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ നിന്ന് ഒരാളും ഇറങ്ങിപ്പോവേണ്ടി വന്നില്ല. പക്ഷെ ഞാൻ ഇറങ്ങിപ്പോവേണ്ടി വന്നത് ഞാൻ ഉമ്മ നിങ്ങളോട് പിണങ്ങിയത് കൊണ്ടാണ്. എന്നോട് പൊറുക്കണേ, എൻ്റെ എളാമ്മ എനിക്ക് പുറത്തു തരണേ. പൊരുത്തപ്പടിച്ച് കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പടിച്ച് തിരിച്ചു എന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിന്നോട് എനിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല. ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. കുടുംബ ബന്ധം മുറിച്ച കത്രികയും കീശയിലിട്ടിട്ട് ഈ മജ്ലിസിൽ ഏതെങ്കിലും ഒരുത്തനിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് സംഗമം നടത്തിയാലും ആ കുടുംബ ബന്ധം മുറിച്ച കത്രിക അരയിൽ തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ മേലോട്ട് ഉയരൂല കേട്ടോ. റമളാനും വലിയ പെരുന്നാളും വന്നാലും അള്ളാന്റെ റഹ്മത്ത് നിങ്ങളെ തേടി വരൂല. ആ റഹ്മത്ത് തേടി വരണോ? ഇന്ന് ഈ സംഗമവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കാക്കാനെ കാണുമ്പോ കാക്ക കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ, എന്നോട് പൊറുക്കണേ, അസ്സലാമു അലൈക്കും. അവിടെ തീർന്നു വിഷയം. ഒരു സലാമിൽ തീർന്നു. ആരോടാണ് ഈ വൈരാഗ്യം? ആരോടാണ് ഈ വെറുപ്പ്? അതുകൊണ്ട് ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് അറ്റുപോവാതെ കാത്തു സൂക്ഷിക്കുക. ഈ സദസ്സിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ബന്ധത്തിന്റെ ഉദാഹരണമായി നമ്മുടെ അഭിമാന നേതാവായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ തങ്ങളെക്കുറിച്ചൊരു വാക്ക് പറയാതെ എൻ്റെ പ്രസംഗങ്ങൾ എവിടെയും ഞാൻ അവസാനിപ്പിക്കാറില്ല. മഹത്വത്തിന് വേണ്ടി മാത്രം മഹാനായ സയ്യിദ് അവർകളുടെ ഒരൊറ്റ സംഭവം അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ബന്ധങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞു വരുന്നത്. മഹാനായ തങ്ങൾക്ക് ജീവിതാവസാനം വന്ന അസുഖങ്ങളിലൊന്ന് തലച്ചോറിൽ ജലാംശം വർദ്ധിക്കുന്ന ഒരസുഖമായിരുന്നു. അതിന് സങ്കീർണമായ സർജറി അല്ലാത്ത വേറെ മാർഗങ്ങളൊന്നുമില്ല. ലേക്ക് ഷോറിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അതിസങ്കീർണമായ സർജറി അമേരിക്കയിലാണ് നല്ലതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദരണീയനായ ഈ അഹമ്മദ് സാഹിബിൻ്റെ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ശ്രമഫലമായി മഹാനായ തങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പൊന്നുമോൾ ബീവി ഷെരീഫ ഫാത്തിമ, അവിടുത്തെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ബീവി വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. മഹാനായ തങ്ങൾ ബീവിയുടെ അടുത്ത് പോയി എന്നെ ഇങ്ങനെ കൊണ്ടുപോവാൻ, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ബീവി പറഞ്ഞു എനിക്ക് എന്നെ സുഖമില്ലല്ലോ, എന്നെ കൊണ്ടുപോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞു. സാധാരണ ദീർഘയാത്രയിൽ അനുഗമിക്കുന്ന ബീവി അന്ന് പോയില്ല. പക്ഷെ അന്ന് സാധാരണക്ക് വിപരീതമായി മഹാനായ തങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ബീവി കവാടം വരെ വന്നു. കാറിൽ കയറി കൈവീശി കാണിച്ചപ്പോഴും ബീവിയുടെ കണ്ണ് നനഞ്ഞു. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ബീവി നോക്കി നിന്നു. ആ യാത്ര മഹാനായ തങ്ങൾ പോയി. അമേരിക്കയിൽ വെച്ചുകൊണ്ട് അതിസങ്കീർണമായ സർജറി കഴിഞ്ഞ് മഹാനായ തങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ കൊടപ്പനക്കൽ നിന്ന് വാർത്ത വന്നു, ഷെരീഫ ഫാത്തിമ ബീവി മരണപ്പെട്ടു പോയിരിക്കുന്നു. മഹാന്മാരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള, കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർ വട്ടത്തിൽ കൂടി എന്ത് ചെയ്യുമെന്നാലോചിച്ചു. തങ്ങളിവിടെ ഇല്ല. ഈ വിവരം എങ്ങനെ പറയാതിരിക്കും? അവർ ഡോക്ടർമാരുടെ ആവശ്യം, അവരുടെ നിർദ്ദേശം, ഒപ്പീനിയൻ എടുത്തു. ഡോക്ടർമാർ പറഞ്ഞു ഒരു കാരണവശാലും തങ്ങൾ ഈ വിവരം ഇപ്പം അറിയാൻ പാടില്ല. പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ ഇതറിഞ്ഞാൽ നമ്മൾ എന്ത് റിസൾട്ടാണോ ഉദ്ദേശിച്ചത് അതിന് വിപരീത ഫലം ചെയ്യും. മുനവ്വർ അലി തങ്ങളാണ് കൂടെയുള്ളത്. കേരളത്തിൽ നിന്ന് ഫോൺ വന്ന് മോനെ മുനവ്വറെ, ഉമ്മച്ചി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ബാപ്പ അതറിയരുത്. നീണ്ട 16 ദിവസം മഹാനായ തങ്ങളതറിഞ്ഞില്ല. മുനവ്വർ മോൻ പറയുന്നു, ഞാൻ ബാപ്പാന്റെ റൂമിൽ ബെഡിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ബാപ്പാന്റെ രോഗശമനത്തിന് വേണ്ടി പുഞ്ചിരിക്കും. ഞാൻ താമസിക്കുന്ന എൻ്റെ റൂമിലേക്ക് വന്നാൽ ഞാൻ ചുമരിൽ തലതാഴ്ച ഞാൻ വിതുമ്പിക്കരയും. എൻ്റെ ഉമ്മാന്റെ മയ്യത്തൊന്ന് കണ്ടില്ല, ഉമ്മാന്റെ ജനാസ നിസ്കാരത്തിലൊന്നും പങ്കെടുത്തില്ല. ഈ വിവരം ഞാൻ എൻ്റെ ഉപ്പാനോട് പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ബാപ്പാന്റെ ആരോഗ്യം നല്ല ഇംപ്രൂവായി വന്നു. അവസാനം
ചില തെറാപ്പികൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ആ തെറാപ്പികളിൽ ഒരു തെറാപ്പിയുടെ പേര് റൈറ്റിംഗ് തെറാപ്പി എന്നായിരുന്നു. അഥവാ ഒരു മനുഷ്യന്റെ തലയും അവന്റെ തലച്ചോറും അവന്റെ നാഡിനരമ്പുകളും ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥ മനുഷ്യനാവുന്നത്. എൻ്റെ തല ചിന്തിക്കുന്നത് വേറെയും എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് വേറെയുമായാൽ എന്നെ നിങ്ങളൊരു രോഗിയാണെന്ന് പറയും. മഹാനായ തങ്ങൾ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വന്നോ എന്നറിയാനുള്ള ഒരു തെറാപ്പിയായിരുന്നു റൈറ്റിംഗ് തെറാപ്പി. ഡോക്ടർമാരുടെ ചേംബറിൽ മഹാനായ തങ്ങളെ കൊണ്ടുവന്നിരുത്തി ഒരു തുണ്ട് കടലാസും ഒരു പേനയും കൊടുത്തിട്ട് തങ്ങളോട് പറഞ്ഞു, മനസ്സിലുള്ളത് എഴുതാൻ പറഞ്ഞു. ദിവസങ്ങളായല്ലോ നാട് വിട്ടിട്ട്. നാടും നാട്ടുകാരും ഒരു പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് തങ്ങൾ വരുന്നത് കാണാൻ. തങ്ങളുടെ മനസ്സിലുള്ളത് എഴുതാൻ പറഞ്ഞു. ആകാംക്ഷയോടെ എല്ലാവരും നോക്കി എന്തായിരിക്കും തങ്ങൾ എഴുതുക. മുനവ്വറിൽ തങ്ങൾ കാണുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ബാപ്പ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എഴുതി, എ എഴുതി, ടി എഴുതി, ചുരുക്കത്തിൽ ഫാത്തിമ എന്നങ്ങ് എഴുതിയപ്പോൾ മുനവ്വറിൽ തങ്ങളുടെ നിയന്ത്രണം വിട്ടു കാണണം. എനിക്ക് കാണാൻ കൊതിയാവുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമാനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയാണ്. ഇതാണ് ഭാര്യ ഭർത്തൃബന്ധം. അതും കഴിഞ്ഞു മഹാനായ തങ്ങൾ തിരിച്ചു വന്നത് ലണ്ടൻ വഴിയാണ്. ലണ്ടനിലുള്ള മലയാളി സുഹൃത്തുക്കൾ തങ്ങൾക്ക് സ്വീകരണമൊരുക്കി. അവിടെയും നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ഭാര്യയെക്കുറിച്ച് ചോദിക്കരുത്. മഹാനായ തങ്ങൾ തിരിച്ചു കൊടപ്പനക്കലെ വീട്ടിലെത്തി. ആ വട്ടമേശക്ക് ചുറ്റിലും കാത്തിരിക്കുന്ന പണ്ഡിത പൗരപ്രമുഖരുടെ നടുവിലേക്ക് നിറപിഞ്ചിരിയുമായി എക്കാലത്തെയും നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ് കടന്നു വന്നു. എല്ലാവരോടും കുശലം പറഞ്ഞ് തങ്ങൾ അവിടെ ഇരുന്നു. എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് വാതിലിന്റെ മറവിൽ തന്റെ കാലൊച്ച കേൾക്കുമ്പോ പാതിരാത്രിയിലും ചെരുപ്പിന്റെ ഒച്ച കേൾക്കുമ്പോ വാതിൽ തുറക്കുന്ന എൻ്റെ ഫാത്തിമയുണ്ടാകും എന്ന് കരുതിയിട്ട് മഹാനായ തങ്ങൾ പതുക്കെ എണീറ്റപ്പോ വാതിലിന്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെ മരുമകൻ തങ്ങളോട് ചെറിയ വാക്കിൽ പറഞ്ഞു, ഉമ്മച്ചില്ല എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് തങ്ങൾക്ക് മനസ്സിലായില്ല. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോ പാണക്കാട്ട് ആഭ്യന്തര കാരണവർ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ബർസഖ് അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, കാക്കാന്റെ ചുമലിൽ പിടിച്ചിട്ട് പറഞ്ഞു, കാക്ക അമ്മായി പോയി, വെള്ളിയാഴ്ച രാവാ പോയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ പോയത്. മഹാനായ തങ്ങൾ അത് കേട്ടു. ഒരു വേള എല്ലാവരുടെയും മുഖത്ത് നോക്കി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അൽ ഫാത്തിഹ, എൻ്റെ ഫാത്തിമ കുട്ടിക്ക് വേണ്ടി നമ്മൾക്കൊന്ന് ദുആ ചെയ്യാം. ഇതേപോലെ നമ്മൾക്കും തിരിച്ചു പോകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പോകണം, ബന്ധങ്ങൾ അറ്റുപോവാതെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. മഹാനായ ഉസ്താദ് അവർകളുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. നാളെ ഉസ്താദിൻ്റെ കൂടെ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സംഗമം അല്ലാഹു ഒരു നിമിത്തമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ സംഘാടകർക്കും അണിയറ പ്രവർത്തകന്മാർക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കും മഹല്ല് കമ്മിറ്റിക്കുമൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.